ഹലോ. അപ്പം നമ്മളിപ്പം എത്തിപ്പെട്ടിരിക്കുന്നത് 9th ഗ്രേഡിൻ്റെ സെക്കൻഡ് ലാസ്റ്റ് ചാപ്റ്ററായ ദ ബയോളജി ഓഫ് മൂവ്മെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലാണ്. അപ്പം ഇത്രയും നാൾ നമ്മൾ ഒത്തിരി പ്രോസസ്സസ് ഒക്കെ കണ്ടു അല്ലേ. ഡൈജഷൻ കണ്ടു, റെസ്പിറേഷൻ കണ്ടു, സർക്കുലേഷൻ കണ്ടു, പിന്നെ എക്സ്ക്രീഷൻ കണ്ടു അല്ലേ. ഇപ്പം ഇങ്ങനെയുള്ള ഒരുപാടധികം പ്രോസസ്സൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം നമ്മളിനി മൂവ്മെൻറ്റ്സിനെ കുറിച്ച് പഠിക്കാൻ പോവാണ്. നമ്മുടെ ബോഡിയിൽ നടക്കുന്ന വോളണ്ടറി മൂവ്മെൻറ്റ്സ് ആവട്ടെ, ഇൻവോളണ്ടറി മൂവ്മെൻറ്റ്സ് ആവട്ടെ, അങ്ങനെയുള്ള ഒത്തിരി അധികം മൂവ്മെൻറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ദിസ് ഇസ് മീ അന്ന. നമുക്ക് ചാപ്റ്ററിലോട്ട് കിടക്കാം. ഇവിടെ നിങ്ങൾക്കൊരു പ്ലേ ഗ്രൗണ്ട്, ഇവിടെ 2 കുട്ടികൾ ബാഡ്മിൻ്റൺ കളിക്കുന്നൊക്കെ കാണാം അല്ലേ. അപ്പം എന്തൊക്കെ ടൈപ്സ് ഓഫ് മൂവ്മെൻ്റ് ആണ് ഈ ഒരു സീനിൽ നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്? ആ ഒരു കുട്ടീനെ സംബന്ധിച്ച് എന്തൊക്കെ മൂവ്മെൻറ്റ്സ് ആയിരിക്കും അവരുടെ ബോഡിക്കുള്ളിൽ നടക്കുന്നത്? ഇങ്ങനൊരു ആക്ടിവിറ്റി നടക്കുമ്പോൾ, ഇങ്ങനൊരു ആക്ടിവിറ്റി അവർ ചെയ്യുമ്പോൾ എന്തൊക്കെ മൂവ്മെൻറ്റ്സ് ആയിരിക്കും നടക്കുക? അപ്പം നമ്മൾ ഈ മൂവ്മെൻറ്റ്സിനെ കുറിച്ച് പറയുമ്പം നമുക്ക് 2 രീതിയിലുള്ള മൂവ്മെൻറ്റ്സ് ആണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഇൻവോളണ്ടറി മൂവ്മെൻറ്റ്സ് നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട്, വോളണ്ടറി ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുട്ടി കളിക്കുമ്പോൾ കുട്ടിയുടെ കൈ അനങ്ങുന്നുണ്ട് അല്ലേ. അത് ഇറ്റ് ഈസ് അക്കോർഡിംഗ് ടു ഹിസ് ഓൺ വിഷ്. അദ്ദേഹം ചലിപ്പിക്കുന്നതാണ് ആ മൂവ്മെൻറ്റ് അല്ലേ. അപ്പം അദ്ദേഹത്തിൻ്റെ വില്ലോട് കൂടി ആ ഒരു മൂവ്മെൻറ്റ് നടക്കുമ്പോൾ അതിനെ നമ്മൾ വോളണ്ടറി മൂവ്മെൻറ്റ് എന്ന് വിളിക്കുന്നു. ഇനി അതേസമയം കുറേ കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മുടെ ബ്രീത്തിങ് റേറ്റ് കൂടും, ഹാർട്ട് ബീറ്റ് കൂടും. അപ്പം അങ്ങനെയുള്ള അദ്ദേഹം നിശ്ചയിക്കാത്ത ഒരുപാട് മൂവ്മെൻറ്റ്സ് ഉണ്ട് അല്ലേ, നോട്ട് അക്കോർഡിംഗ് ടു ഹിസ് വിൽ. അപ്പം ആ കാറ്റഗറി ഓഫ് മൂവ്മെൻറ്റിനെയാണ് നമ്മൾ ഇൻവോളണ്ടറി മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കൂടെ നോക്കാം. സോ പിന്നെ എന്തൊക്കെ മൂവ്മെൻറ്റാണ് കാണുന്നത്? ഇപ്പം നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു, കൈയുടെ മൂവ്മെൻറ്റ് കാണാം, ഓടുമ്പോൾ കാലിൻ്റെ മൂവ്മെൻറ്റ് കാണാം, പിന്നെ ഹാർട്ട് ബീറ്റ് കൂടുന്നതുണ്ട്, ബ്രീത്തിങ് റേറ്റ് കൂടുന്നുണ്ട്. സോ ഇങ്ങനെയുള്ള ഒത്തിരി അധികം മൂവ്മെൻറ്റ്സ് നമുക്ക് ഈ ഒരു സീനിൽ തന്നെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് മൂവ്മെൻറ്റ്സ് ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. ഇത് ഏതൊക്കെ ടൈപ്പ് ഓഫ് മൂവ്മെൻറ്റ്, നമുക്ക് ആദ്യം ഈ മൂവ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് നോട്ട് ചെയ്യാം. ഓക്കെ, ഇത് എന്ത് മൂവ്മെൻ്റ് ആണ്? ഇത് ഹാർട്ട് ബീറ്റ് ആണ് അല്ലേ. ഇതെന്ത് മൂവ്മെൻ്റ് ആണ്? ദിസ് ഇസ് ലെഗ് മൂവ്മെൻ്റ് അല്ലേ. നൗ ഇതെന്താണ്? ഹാൻഡ് മൂവ്മെൻ്റ് ആണ്. നൗ ഇതെന്താണ്? ടങ് മൂവ്മെൻ്റ് ആണ്. നൗ ദിസ് ഇസ് പ്യൂപ്പിൾ മൂവ്മെൻറ്റ്. എന്താ ഈ പ്യൂപ്പിൾ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്? നമ്മുടെ കണ്ണിലോട്ട് ഒരു ബ്രൈറ്റ് ലൈറ്റ് അടിച്ചെന്ന് വിചാരിക്കുക. അപ്പോൾ ബ്രൈറ്റ് ലൈറ്റ് നമ്മുടെ കണ്ണിലോട്ട് അടിക്കുമ്പം നമ്മുടെ പ്യൂപ്പിള് ചെറുതായിട്ടൊന്ന് ചുരുങ്ങും അല്ലേ. അതിൻ്റെ സൈസ് ഭയങ്കരമായിട്ടും കുറയുന്ന പോലെ നമുക്ക് കാണാൻ പറ്റും. എന്ന് വെച്ച് കണ്ണിലോട്ട് നേരെ ടോർച്ചൊന്നും അടിക്കാൻ പാടില്ല കേട്ടോ. അങ്ങനെ അടിക്കുമ്പോഴാണ് ശരിക്കും നമുക്ക് പെട്ടെന്ന് ഒബ്സർവ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരിക്കലും അങ്ങനെ, ഒരു കാരണവശാലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. പക്ഷേ നമ്മുടെ കണ്ണിലോട്ട് ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് അടിക്കുമ്പം നമ്മുടെ പ്യൂപ്പിൾ ചെറുതാവും. ഓക്കെ, അതൊരു മൂവ്മെൻ്റ് ആണ്, നമ്മുടെ വില്ലോട് കൂടി നടക്കുന്ന മൂവ്മെൻ്റ് അല്ല അല്ലേ. അപ്പം അതാണ് പ്യൂപ്പിൾ മൂവ്മെൻ്റ് എന്ന് പറയുന്നത്. അതേസമയം അങ്ങനെ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ഒരു സ്ഥലത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്യൂപ്പിൾ അത്യാവശ്യം കുറച്ചും കൂടെ സൈസിലായിട്ടായിരിക്കും ഇരിക്കുക. അതാണ് പ്യൂപ്പിൾ മൂവ്മെൻറ്റ് എന്ന ഒരു മൂവ്മെൻറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുക. ആൻഡ് വാട്ട് ഈസ് ദിസ്? ഇത് ബ്രീത്തിങ് ആണ് അല്ലേ. അപ്പം ഇങ്ങനെ ഒരുപാട് മൂവ്മെൻറ്റ്സ് ഉണ്ട്, ഒരുപാട് വെറൈറ്റീസ് ഓഫ് മൂവ്മെൻറ്റ് നമ്മുടെ ബോഡിയിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പം ഈ മൂവ്മെൻറ്റിനെയൊക്കെ ബേസ് ചെയ്തിട്ട് നമുക്ക് 2 ടൈപ്സ് ഓഫ് മൂവ്മെൻറ്റ്സ് നമുക്ക് ബോഡിയിൽ കാണാൻ പറ്റും. ഓക്കെ, ആ 2 ടൈപ്സ് ഓഫ് മൂവ്മെൻറ്റിൽ ഒരു മൂവ്മെൻ്റ് ആണ് ഇൻവോളണ്ടറി മൂവ്മെൻറ്റ്സ്. സോ എന്താണ് ഇൻവോളണ്ടറി മൂവ്മെൻറ്റ്സ്? എന്താണ് ഇൻവോളണ്ടറി മൂവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് നോട്ട് ടേക്കിംഗ് പ്ലേസ് അക്കോർഡിംഗ് ടു അവർ വിൽ. നമ്മുടെ വില്ലോട് കൂടി അല്ലാതെ നടക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ വിഷോട് കൂടി അല്ലാതെ നടക്കുന്ന മൂവ്മെൻറ്റ്സിനെയാണ് നമ്മൾ ഇൻവോളണ്ടറി മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. നോട്ട് അക്കോർഡിംഗ് ടു അവർ വിൽ. സോ ദീസ് മൂവ്മെൻറ്റ്സ് ആർ കോൾഡ് ഇൻവോളണ്ടറി മൂവ്മെൻറ്റ്സ്. അപ്പം നേരത്തെ കണ്ട കുറേ എക്സാമ്പിൾസ് ഉണ്ട് അല്ലേ. ആ എക്സാമ്പിൾസിലൊക്കെ നമ്മൾ കണ്ടിരുന്ന 3 എക്സാമ്പിൾസ് നമുക്ക് ഇൻവോളണ്ടറി മൂവ്മെൻറ്റ്സിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. അതിൽ നമ്മൾ പറഞ്ഞ പോലെ ഹാർട്ട് ബീറ്റിൻ്റെ മൂവ്മെൻറ്റ് അല്ലേ. ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്നൊന്ന് പിടിച്ചു നിർത്തിയാൽ നിൽക്കുന്ന മൂവ്മെൻ്റ് ആണ് ഹാർട്ട് ബീറ്റിൻ്റെ മൂവ്മെൻറ്റ്, ഒരിക്കലും അല്ല. അപ്പം ഹാർട്ട് ബീറ്റിൻ്റെ മൂവ്മെൻറ്റ് ഇൻവോളണ്ടറി മൂവ്മെൻ്റ് ആണ്. അതേപോലെ തന്നെ പ്യൂപ്പിൾ വികസിക്കുന്നതും പ്യൂപ്പിൾ ചെറുതാവുന്നതും ഒക്കെ. സോ പ്യൂപ്പിൾ മൂവ്മെൻറ്റ് ഒരിക്കലും വോളണ്ടറി മൂവ്മെൻ്റ് അല്ല, അത് നമ്മുടെ വില്ലോട് കൂടി നടക്കുന്ന മൂവ്മെൻ്റ് അല്ല അല്ലേ. സോ പ്യൂപ്പിൾ മൂവ്മെൻറ്റ് ഇറ്റ് ഈസ് നോട്ട് ടേക്കിംഗ് പ്ലേസ് അക്കോർഡിംഗ് ടു അവർ വിൽ. നൗ അടുത്ത് നമ്മൾ കണ്ട മൂവ്മെൻ്റ് ആണ് ബ്രീത്തിങ് അല്ലേ, നമ്മുടെ റെസ്പിറേഷൻ.
ബ്രീത്തിങ്. എന്തായിരുന്നു ബ്രീത്തിങ്? നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ് ബ്രീത്തിങ് അല്ലേ? ടേക്കിംഗ് ഇൻ ഓക്സിജൻ ആൻഡ് റിലീസിങ് ഔട്ട് ഓഫ് കാർബൺ ഡയോക്സൈഡ്. സോ ഈ ബ്രീത്തിങ് പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ വലിച്ചു പിടിച്ച് ചെയ്യുന്ന കാര്യമാണോ? ഒരിക്കലും അല്ല. നമ്മുടെ ബോഡിയിൽ നോർമലി നടക്കുന്ന ഒരു കാര്യമാണ് ബ്രീത്തിങ് എന്ന് പറയുന്നത്. സോ ഈ 3 മൂവ്മെൻറ്റ്സ്, ഓക്കെ, ഈ 3 മൂവ്മെൻറ്റ്സ് നമുക്ക് ഇൻവോളണ്ടറി മൂവ്മെൻറ്റ്സ് ആയിട്ട് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. ഇനി അതിൽ തന്നെ വേറെ കുറച്ച് മൂവ്മെൻറ്റ്സ് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? ടങ് മൂവ്മെന്റ് നമ്മൾ പറഞ്ഞിരുന്നു, ഓർക്കുന്നുണ്ടോ? ടങ് മൂവ്മെന്റ് നമ്മൾ പറഞ്ഞിരുന്നു. ഇനി ഹാൻഡ് മൂവ്മെന്റ് നമ്മൾ പറഞ്ഞിരുന്നു. ഇനി ലെഗ് മൂവ്മെന്റും നമ്മൾ പറഞ്ഞിരുന്നു. സോ ഈ 3 മൂവ്മെന്റ്സ്, കാല് അനക്കുന്നത്, നമ്മളിപ്പോൾ കാല് അനക്കുന്നതൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യമാണ് അല്ലേ? അതൊരിക്കലും നമ്മൾ ചുമ്മാ ഇരിക്കുമ്പോൾ ഇങ്ങനെ കാലനങ്ങിക്കൊണ്ടിരിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യില്ല. സോ ഇറ്റ് ഈസ് ടേക്കിംഗ് പ്ലേസ് വിത്ത് അവർ ഓൺ വിഷ്. ഓക്കെ, സോ അതാണ് ലെഗ് മൂവ്മെന്റ്സ്. പിന്നെ ഹാൻഡ് മൂവ്മെന്റ്സ്, ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ തന്നെ എൻ്റെ കൈ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചലിക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ ഓട്ടോമാറ്റിക്കലി എൻ്റെ കയ്യിൽ നിന്ന് ഞാനിങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ കൈ ഇങ്ങനെ പോകുമോ? ഇല്ല. ഞാൻ അക്കോർഡിംഗ് ടു മൈ വിഷ് ആണ് ഞാനിങ്ങനെ കൈ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അത് ഇറ്റ് ഈസ് കോൾഡ് വോളണ്ടറി മൂവ്മെൻറ്റ്. ആൻഡ് അതേപോലെ തന്നെ ടങ്ങിൻ്റെ മൂവ്മെൻറ്റ്, ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ തന്നെ എൻ്റെ ടങ്ക് നന്നായിട്ട് മൂവ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പം അതും ഈ പറയുന്ന പോലെ വോളണ്ടറി മൂവ്മെൻറ്റ്സിലാണ് നമ്മൾ ഉൾപ്പെടുത്തുക. സോ വോളണ്ടറി മൂവ്മെൻറ്റ്സ് എന്താണ്? ഇറ്റ് ടേക്സ് പ്ലേസ് വിത്ത് അവർ വിൽ. സോ അതാണ് voluntary movements എന്ന് പറയുന്നത്. So there are 2 types of movements, involuntary movements and voluntary movements. അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി അപ്പം ഇവിടെ നിങ്ങൾക്കൊരു സിനിമയുടെ സീൻ കാണാം അല്ലേ? എന്തായിരുന്നു ഈ സിനിമയുടെ സീൻ? എല്ലാവർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇത് കല്യാണരാമൻ എന്ന് പറയുന്ന സിനിമയിലെ സീനാണ് അല്ലേ? എന്തായിരുന്നു ഇത്? ഈ സീൻ നിങ്ങളൊന്ന് ഓർത്തെടുക്കാനൊന്ന് നോക്കിയേ. മ്യൂസിക് വിത്ത് ബോഡി മസിൽസ് എന്നൊക്കെ പറയുന്ന ഒരു സീനാണ് അല്ലേ? അപ്പം ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ അദ്ദേഹം വന്നിട്ട്, ഇന്നസെന്റ് വന്നിട്ട് ഒരു ഷോ പോലെ നടത്തുകയാണ് അല്ലേ? അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് സാഹചര്യങ്ങൾ നമ്മൾ ഡെയിലി ലൈഫിൽ കാണുന്നുണ്ട്. ലൈക്ക് ഒരുപാട് ജിമ്മിലൊക്കെ പോയിട്ട് ഒത്തിരി പേര് മസിൽസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പം മസിൽസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ അവിടെ എന്താണ് നമ്മൾ കൊടുക്കുക? നമ്മൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള വെയിറ്റിനോട് ഒരുപാടധികം ഇങ്ങനെ ചലഞ്ച് ചെയ്യുക നമ്മുടെ ബോഡീനെ. ഒത്തിരി അധികം വെയിറ്റ് കൊടുത്തും ഒത്തിരി റെസിസ്റ്റൻസ് കൊടുത്തും നമ്മൾ നമ്മുടെ ബോഡീനെ ചലഞ്ച് ചെയ്യുക. അപ്പം നമ്മുടെ ബോഡിയിലെ മസിൽസ് എന്താ ചെയ്യുക? അതോടൊപ്പം തന്നെ മസിലിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ മസ്കുലർ ഹൈപ്പർട്രോപ്പി എന്ന് പറയുന്നത്. മസിൽ ഹൈപ്പർട്രോപ്പി, ഈ ഒരു ഹൈപ്പർട്രോപ്പി. സോ ഈ ഒരു കണ്ടീഷനാണ് നമ്മൾ മസിൽ ഹൈപ്പർട്രോപ്പി എന്ന് പറയുന്നത്. സോ ഇതൊക്കെ മസിൽസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ? അപ്പോൾ നമുക്ക് നമ്മുടെ ബോഡിയിൽ ഒബ്സർവ് ചെയ്താൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മസിൽസ് കാണാൻ പറ്റും. ഓക്കെ, 3 ടൈപ്സ് ഓഫ് മസിൽസ് ആണ് മെയിനായിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുക. അതിൽ ഒന്ന് വി ക്യാൻ സീ ദാറ്റ് ഇറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു ബോൺസ്. നമ്മുടെ ബോണുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു മസിൽ ഉണ്ട്. ഇനി അതേപോലെ തന്നെ നമ്മുടെ ഇന്റേണൽ ഓർഗൻസുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന മസിൽസ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഹാർട്ടുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന മസിൽ ഉണ്ട്. ഓക്കെ, സോ ദീസ് ആർ ദി 3 ടൈപ്സ് ഓഫ് മസിൽസ് ദാറ്റ് വി ക്യാൻ സീ ഇൻ അവർ ബോഡി. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ടൈപ്പ് ഓഫ് മസിലാണ് സ്കെലറ്റൽ മസിൽ. ഓക്കെ, സ്കെലറ്റൽ മസിലാണ് ആദ്യത്തെ ടൈപ്പ് ഓഫ് മസിൽ. ആൻഡ് second one is smooth muscle and the final one is cardiac muscles. So ഈ 3 മസിൽസ് ആണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മസിൽസ് എന്ന് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത്. സോ എന്താണ് സ്കെൽറ്റൽ മസിലിൻ്റെ പ്രത്യേകത? ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ഇമേജ് ഒബ്സർവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ? ഇവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ ഷേപ്പ് നിങ്ങൾക്ക് എന്താ നിങ്ങൾക്ക് പറയാൻ പറ്റുക? ഇതൊരു സിലിണ്ട്രിക്കൽ ഷേപ്പാണ് അല്ലേ? സോ നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സ് പറയുമ്പോൾ വി ക്യാൻ സേ ദാറ്റ് ദേ ആർ സിലിണ്ട്രിക്കൽ, റൈറ്റ്? സിലിണ്ട്രിക്കൽ മസിൽസ് ആണ്. ഇനി നിങ്ങൾക്ക് ഇവിടെ സ്ട്രയേഷൻസ് കാണാൻ പറ്റും. എന്താ സ്ട്രയേഷൻസ്? കുറച്ച് വരകൾ അല്ലേ? സ്ട്രൈപ്സ്. നിങ്ങൾക്ക് ഇവിടെ സ്ട്രയേഷൻസ് കാണാൻ പറ്റുമോ? കാണാൻ പറ്റും അല്ലേ? നിങ്ങൾക്കിവിടെ ഒരുപാട് സ്ട്രൈപ്സ് കാണാൻ പറ്റും അല്ലേ? സോ ദേ ഹാവ് സ്ട്രയേഷൻസ് അല്ലെങ്കിൽ സ്ട്രയേഷൻസ് പ്രസൻ്റ് ആണ്. എവിടെ? skeletal muscle. So skeletal muscle is also known as striated muscle. skeletal muscle നെ നമുക്ക് striated muscle എന്നും വിളിക്കാൻ പറ്റും. ഓക്കെ, skeletal muscle is otherwise called striated muscle. And ഇനി വേറെ എന്തൊക്കെ പ്രത്യേകത നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും? ഇത് ബ്രാഞ്ച്ഡ് ആണോ?
അല്ല അല്ലേ? നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റും ഇതൊരിക്കലും ബ്രാഞ്ച്ഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ ഇനി ഇത് എവിടെയാണ് കാണാൻ പറ്റുക? ഇതിൻ്റെ ലൊക്കേഷൻ എന്താണ്? സീൻ അറ്റാച്ച്ഡ് ടു ബോൺസ് അല്ലേ? സീൻ അറ്റാച്ച്ഡ് ടു ബോൺസ്. സോ ഇതാണ് നമ്മളുടെ സ്കെൽട്ടൽ മസിലിൻ്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ പെക്യുലാരിറ്റീസ്. ഓക്കെ, നൗ കമ്മിങ് ടു സ്മൂത്ത് മസിൽ. ഓക്കെ, നിങ്ങൾക്ക് സ്മൂത്ത് മസിൽ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ സ്മൂത്ത് മസിൽ എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആണ് അവിടെ സ്ട്രയേഷൻസ് ഉണ്ടാവുമോ അല്ലെങ്കിൽ സ്ട്രൈപ്സ് ഉണ്ടാവുമോ? നെവർ. ഓക്കെ, സോ നോ സ്ട്രയേഷൻസ് പ്രസൻറ്റ്. സോ നോ സ്ട്രയേഷൻസ് പ്രസൻറ്റ്. ആൻഡ് ഇതിൻ്റെ ഷേപ്പ് നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്കിയാൽ നമ്മൾ ഇവിടെ പറഞ്ഞു സിലിണ്ട്രിക്കൽ ഷേപ്പ് ആണെന്ന് പറഞ്ഞു അല്ലേ? അപ്പം സ്മൂത്ത് മസിൽ ഒന്ന് കൺസിഡർ ചെയ്താൽ ഇതിന് സിലിണ്ട്രിക്കൽ ഷേപ്പാണോ? അല്ലല്ലോ, ഒരു സ്പിൻഡിൽ ഷേപ്പാണ്. സ്പിൻഡിൽ ഷേപ്പ്, അതായത് ഇങ്ങനെ ഒരു ഷേപ്പാണ് നിങ്ങൾ കാണാൻ പറ്റുക അല്ലേ? അപ്പോൾ ഇതിനെയാണ് നമ്മൾ സ്പിൻഡിൽ ഷേപ്പ് എന്ന് പറയുന്നത്. സോ സ്മൂത്ത് മസിലിൻ്റെ സെൽസ് എന്ന് പറയുന്നത് സ്പിൻഡിൽ ഷേപ്പ് ആയിരിക്കും ഉണ്ടാവുക. ആൻഡ് ഇത് എവിടെയായിരിക്കും കാണുക? സ്കെൽട്ടൽ മസിൽ കാണുന്നത് ബോൺസിനോട് അറ്റാച്ച് ചെയ്തിട്ടാണെങ്കിൽ സ്മൂത്ത് മസിൽ കാണുന്നത് നമ്മുടെ ഇന്റേണൽ ഓർഗൻസ് സച്ച് ആസ് സ്റ്റൊമക്ക് ആവാം, ഇവിടെ കാണിച്ചിരിക്കുന്ന എന്താണ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആവാം. സോ ഇങ്ങനെയുള്ള ഇന്റേണൽ ആയിട്ടുള്ള ഓർഗൻസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇന്റേണൽ ആയിട്ടുള്ള ഓർഗൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് എന്ത് കാണുക? സ്മൂത്ത് മസിൽ കാണുക. ആൻഡ് സിൻസ് സ്മൂത്ത് മസിൽ does not have striations, സ്മൂത്ത് മസിൽ വേറൊരു പേരും കൂടെ സ്മൂത്ത് മസിൽ നമ്മൾ പറയും, ദാറ്റ് ഈസ് നോൺ സ്ട്രയേറ്റഡ് മസിൽ. ഓക്കെ, നമ്മൾ സ്കെൽട്ടൽ മസിലിൻ്റെ കേസ് പറഞ്ഞപ്പം നമ്മൾ പറഞ്ഞു സ്കെൽട്ടൽ മസിൽ ഇസ് ഓൾസോ കോൾഡ് സ്ട്രയേറ്റഡ് മസിൽസ്. അതേപോലെ തന്നെ സ്മൂത്ത് മസിൽ നമ്മൾ പറയുമ്പോൾ ഇറ്റ് ഇസ് ഓൾസോ കോൾഡ് നോൺ സ്ട്രയേറ്റഡ് മസിൽ. ഇനി yet another type of muscle is cardiac muscle. നമ്മുടെ ഫൈനൽ ടൈപ്പ് ഓഫ് മസിൽ ആണ് കാർഡിയാക് മസിൽ. സോ കാർഡിയാക് മസിൽ എന്ന് പറയുന്ന വേർഡിൽ തന്നെ ക്ലിയർ ആണ് അല്ലേ? കാർഡിയാക് റിലേറ്റഡ് ടു ഹാർട്ട്. അപ്പോൾ ഹാർട്ടിൻ്റെ വാൾസിൽ കാണുന്ന ഹാർട്ട് വാൾ, ഓക്കെ, ഹാർട്ടിൻ്റെ വാൾസിൽ കാണുന്ന മസിൽസിനെയാണ് നമ്മൾ കാർഡിയാക് മസിൽസ് എന്ന് പറയുന്നത്. ആൻഡ് ഇതിൻ്റെ വേറെ പ്രത്യേകത എന്തൊക്കെയായിരിക്കും? ഇവിടെ നിങ്ങൾക്ക് ബ്രാഞ്ചസ് കാണാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഷേപ്പ് കൺസിഡർ ചെയ്യുമ്പം ഇവിടെ നമുക്ക് വി ക്യാൻ സീ ബ്രാഞ്ചസ് അല്ലേ? സോ കാർഡിയാക് മസിൽ എന്താണ്? ബ്രാഞ്ച്ഡ് മസിലാണ് അല്ലേ? ആൻഡ് ഇവിടെ നിങ്ങൾക്ക് സ്ട്രയേഷൻസ് കാണാൻ പറ്റുമോ അല്ലെങ്കിൽ സ്ട്രൈപ്സ് കാണാൻ പറ്റുമോ? കാണാൻ പറ്റും അല്ലേ? ഇവിടെ നിങ്ങൾക്ക് സ്ട്രയേഷൻസ് കാണാൻ പറ്റും. സോ ദേ ആർ സ്ട്രയേറ്റഡ്. സ്ട്രയേഷൻസ് പ്രസൻ്റ് ആണ്. ഓക്കെ, സ്ട്രയേഷൻസ് പ്രസൻ്റ് ആണ്. സോ ഇതാണ് നമ്മുടെ 3 ടൈപ്പ് ഓഫ് മസിൽസ്, ദാറ്റ് ഇസ് സ്കെൽട്ടൽ മസിൽ, സ്മൂത്ത് മസിൽ ആൻഡ് കാർഡിയാക് മസിൽ. ഓക്കെ, ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. നമുക്ക് അടുത്തതിനകത്തോട്ട് പോവാം. നൗ ഇതൊരു ടേബിളാണ്. നമുക്ക് ഇപ്പം പറഞ്ഞ ഫീച്ചേഴ്സ് വെച്ചിട്ട് നമുക്ക് ഈ ടേബിൾ ഒന്ന് ഫില്ല് ചെയ്ത് നോക്കിയാലോ? എല്ലാവരും റെഡി അല്ലേ? ഓക്കെ, നൗ ക്യാരക്ടറിസ്റ്റിക്സ് ഫസ്റ്റ് പറയുകയാണെങ്കിൽ ലൊക്കേഷൻ. സ്കെൽട്ടൽ മസിലിൻ്റെ ലൊക്കേഷൻ എവിടെയാണ് നമ്മൾ പറഞ്ഞിരുന്നത്? ദേ ആർ അറ്റാച്ച്ഡ് ടു ബോൺസ് അല്ലേ? ദേ ആർ അറ്റാച്ച്ഡ് ടു ബോൺസ്. നിങ്ങൾക്ക് ക്ലിയർ കാണാൻ പറ്റില്ലായിരിക്കും. സോ ദേ ആർ അറ്റാച്ച്ഡ് ടു ബോൺസ്. ഓക്കെ, നൗ ഇറ്റ് ഇസ് ക്ലിയർ. നൗ സ്മൂത്ത് മസിലിൻ്റെ ലൊക്കേഷൻ എവിടെയായിരിക്കും? സ്മൂത്ത് മസിലിൻ്റെ ലൊക്കേഷൻ എവിടെയായിരിക്കും? നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ. ദേ ആർ സീൻ in the internal organs like stomach അല്ലേ? stomach, small intestine, etc. സോ ഇതൊക്കെ ഇന്റേണൽ ഓർഗൻസ് ആണ്. സോ ഈ ഇന്റേണൽ ഓർഗൻസിനെയൊക്കെ ലൈൻ ചെയ്തിട്ടായിരിക്കും സ്മൂത്ത് മസിൽ നമുക്ക് കാണാൻ പറ്റുക. നൗ കാർഡിയാക് മസിലിൻ്റെ കേസ് എങ്ങനെയായിരിക്കും? എവിടെയായിരിക്കും കാർഡിയാക് മസിൽ കാണുക? വാൾസ് ഓഫ് ഹാർട്ട് അല്ലേ? വാൾസ് ഓഫ് ഹാർട്ട്, അവിടെയായിരിക്കും കാർഡിയാക് മസിൽ നമുക്ക് കാണാൻ പറ്റുക. നൗ നെക്സ്റ്റ് പെക്യുലാരിറ്റി എന്ന് പറയുന്നത് ഇൻ കേസ് ഓഫ് ഷേപ്പ് ഓഫ് സെൽസ്. സെൽസിൻ്റെ ഷേപ്പ് ബേസ് ചെയ്തിട്ട് സ്കെൽട്ടൽ മസിലിൻ്റെ സെൽസിൻ്റെ ഷേപ്പ് എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? യാ, ഇറ്റ് ഈസ് സിലിണ്ട്രിക്കൽ അല്ലേ? സിലിണ്ട്രിക്കൽ ഷേപ്പ് ആയിരുന്നു. ദെൻ വാട്ട് അബൌട്ട് സ്മൂത്ത് മസിൽ? സ്മൂത്ത് മസിലിന് നമ്മൾ പറഞ്ഞു ഒരു സ്പിൻഡിൽ ഷേപ്പാണ് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? സോ സ്പിൻഡിൽ ഷേപ്ഡ് ആണ്. Now, what about cardiac muscle? Cardiac muscle, they are branched എന്ന് പറഞ്ഞു അല്ലേ? So, cardiac muscle is branched. Now, what about striations? സ്ട്രയേഷൻസിൻ്റെ കേസ് നമ്മൾ പറഞ്ഞാൽ എന്താ സംഭവം? എന്താണ് സ്കെൽട്ടൽ മസിലിൽ സ്ട്രയേഷൻസ് ഉണ്ടോ ഇല്ലയോ? യെസ്,
Of course, striations present. Now, what about smooth muscle? Smooth muscles striations ഉണ്ടായിരുന്നോ? No. So, striations are absent. And cardiac muscle striations present ആയിരുന്നു അല്ലേ? നമ്മൾ കണ്ടിരുന്നു. So, striations are present. Now, control. വോളണ്ടറി മൂവ്മെന്റ്സ് ആയിരിക്കോ ഇൻവോളണ്ടറി മൂവ്മെന്റ്സ് ആയിരിക്കോ എന്നാണ് നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ സ്കെൽറ്റൽ മസിൽ വോളണ്ടറി മൂവ്മെന്റ് ആണോ ഇൻവോളണ്ടറി മൂവ്മെന്റ് ആണോ കൺട്രോൾ ചെയ്യുക? സ്കെൽറ്റൽ മസിൽ നമ്മൾ പറഞ്ഞു ബോൺസുമായിട്ട് അറ്റാച്ച്ഡ് ആണ് അല്ലേ? അപ്പൊ ബോൺസുമായിട്ട് അറ്റാച്ച്ഡ് ആകണമെങ്കിൽ സ്കെൽറ്റൽ മസിൽ വോളണ്ടറി മൂവ്മെന്റ്സ് ആയിരിക്കും, നമ്മുടെ വില്ലോട് കൂടിയ മൂവ്മെന്റ്സ് ആയിരിക്കും കൺട്രോൾ ചെയ്യുക അല്ലേ? സോ വോളണ്ടറി മൂവ്മെന്റ്സ് ആയിരിക്കും കൺട്രോൾ ചെയ്യുക. നൗ വാട്ട് അബൌട്ട് സ്മൂത്ത് മസിൽ? സ്മൂത്ത് മസിൽ എവിടെയായിരുന്നു കാണുന്നത്? നമ്മുടെ ഇന്റേണൽ ഓർഗൻസിൽ. അപ്പൊ ഈ നമ്മുടെ ഇന്റേണൽ ഓർഗൻസ് നമ്മൾ പിടിച്ചു നിർത്തുന്നതാണോ? അല്ല അല്ലേ? അപ്പം ഇൻവോളണ്ടറി മൂവ്മെന്റ്സ് ആയിരിക്കും കൺട്രോൾ ചെയ്യുക. സോ ഇൻവോളണ്ടറി മൂവ്മെന്റ്സ്. നൗ വാട്ട് അബൌട്ട് കാർഡിയാക് മസിൽ? കാർഡിയാക് മസിലും സെയിം അല്ലേ? കാരണം ഹാർട്ട് അല്ലേ? സോ ഹാർട്ട് ഇൻവോളണ്ടറി ആക്ഷൻ ആണ് കാണിക്കുക അല്ലേ? സോ കാർഡിയാക് മസിൽ കൺട്രോൾ ഇൻവോളണ്ടറി മൂവ്മെന്റ്സ്. സോ നമ്മൾ സക്സസ്ഫുള്ളി നമ്മൾ ഈ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്തു. സോ ഈ ടേബിൾ നിങ്ങൾ പഠിക്കുക. ഇതിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം നമ്മൾ ഈ ടേബിളിൽ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇത് പഠിക്കുക കേട്ടോ. നൗ നമ്മൾ എയറോബിക് റെസ്പിറേഷൻ, നമ്മൾ ബ്രീത്തിങ് ഫോർ എനർജി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ റെസ്പിറേഷൻ അല്ലെങ്കിൽ സെല്ലുലാർ റെസ്പിറേഷൻ എന്തായിരുന്നു നമ്മൾ ഓൾറെഡി പഠിച്ചായിരുന്നു അല്ലേ? എന്തായിരുന്നു സെല്ലുലാർ റെസ്പിറേഷൻ? എന്തൊക്കെ പ്രോസസ്സസ് ആയിരുന്നു സെല്ലുലാർ റെസ്പിറേഷനിൽ നടന്നിരുന്നത്? വി സോ 2 പ്രോസസ്സസ് അല്ലേ? ഏതൊക്കെ പ്രോസസ്സായിരുന്നു നമ്മൾ കണ്ടിരുന്നത്? യെസ്, നമ്മൾ കണ്ടിരുന്ന 2 പ്രോസസ്സുകളായിരുന്നു ഗ്ലൈക്കോളിസിസും ക്രെബ്സ് സൈക്കിളും അല്ലേ? ഓർമ്മയില്ലേ? സോ ഗ്ലൈക്കോളിസിസ് എവിടെയാണ് നടന്നിരുന്നത്? എക്സാക്ട്ലി ടേക്സ് പ്ലേസ് ഇൻ സൈറ്റോപ്ലാസം ആൻഡ് ക്രെബ്സ് സൈക്കിൾ നടന്നിരുന്നത് മൈറ്റോകോൺട്രിയ അല്ലേ? സോ ഈ 2 പ്രോസസ്സ് വഴിയാണ് നമ്മുടെ സെൽസ് റെസ്പയർ ചെയ്യുന്നത് അല്ലെങ്കിൽ സെൽസ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് മസിൽസ് റിലേറ്റ് ചെയ്താൽ നമുക്കറിയാം ഗ്ലൂക്കോസ് ഗ്ലൈക്കോളിസിസ് വഴി പൈറുവിക് ആസിഡ് ആയിട്ട് മാറി. ഓക്കെ, ആൻഡ് ഈ പൈറുവിക് ആസിഡ് എവിടെ എൻട്രി ചെയ്തു? സോ പൈറുവിക് ആസിഡ് ഉണ്ടായി. സോ ഈ പൈറുവിക് ആസിഡ് സെൽസിനുള്ളിലുള്ള മൈറ്റോകോൺട്രിയയിൽ എൻട്രി ചെയ്തിട്ട് പൈറുവിക് ആസിഡ് റിലീസ്ഡ് അല്ലെങ്കിൽ പൈറുവിക് ആസിഡിൻ്റെ ബ്രേക്ക് ഡൗൺ കാരണം കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും നമുക്ക് കിട്ടി. സോ അങ്ങനെയാണ് നമുക്ക് എനർജി പ്രൊഡക്ഷൻ അവിടെ നടന്നത്. ആൻഡ് ഇൻ ദ പ്രസൻസ് ഓഫ് ATP. സോ ATP കാരണമാണ് അവിടെ എനർജി പ്രൊഡക്ഷൻ നടന്നത്. ഓക്കെ, സോ ഈ 2 പ്രോസസ്സ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്താണ് ബ്രീത്തിങ് ഫോർ എനർജി എന്ന് പറയുന്ന ചാപ്റ്ററിൽ. അപ്പം ഇതാണ് എയറോബിക് റെസ്പിറേഷൻ. ദിസ് ടേക്സ് പ്ലേസ് ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ അല്ലേ? അപ്പോൾ സപ്പോസ് ഇനി നമ്മുടെ ബോഡിയിൽ ആവശ്യത്തിന് ഓക്സിജൻ പ്രസൻറ്റ് അല്ല. അതിൻ്റെ ഒരു കേസ് പറയാനാണെങ്കിൽ നമ്മൾ ഒത്തിരി അധികം ഹാർഡായിട്ട് എക്സസൈസ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ ആവശ്യത്തിനായിട്ടുള്ള ഓക്സിജൻ പ്രസൻ്റ് ആയിരിക്കില്ല അല്ലേ? കാരണം മാക്സിമം ഓക്സിജൻ നമ്മൾ ഈ ഡ്യൂറിങ് ഹാർഡ് എക്സസൈസ് നമ്മൾ ടേക്കപ്പ് ചെയ്തു. അപ്പം പെട്ടെന്ന് നമ്മുടെ ഓക്സിജൻ അങ്ങ് തീരും. ഓക്കെ, അപ്പോൾ നമ്മുടെ എനർജി പ്രൊഡക്ഷൻ കുറയും. അപ്പം എനർജി പ്രൊഡക്ഷൻ കുറയുമ്പം അവിടെ നടക്കുന്ന റെസ്പിറേഷൻ ആണ് അനേറോബിക് റെസ്പിറേഷൻ എന്ന് പറയുന്നത്. സോ അനേറോബിക് റെസ്പിറേഷനിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇൻ അനേറോബിക് റെസ്പിറേഷൻ നമ്മുടെ സെൽസിൽ ലാക്റ്റിക് ആസിഡ് എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് ഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ലാക്റ്റിക് ആസിഡ് എന്ന് പറയുന്ന സബ്സ്റ്റൻസ് ഫോം ചെയ്യുന്നത് കാരണമാണ് നമ്മുടെ മസിൽസിൽ ഡ്യൂറിങ് സ്ട്രെയിനസ് എക്സസൈസ് നമ്മുടെ മസിൽസിൽ ക്രാംസ് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മളത് ഓൾറെഡി ഡിസ്കസ് ചെയ്തതായിരുന്നു, ബട്ട് വി വിൽ ഡിസ്കസ് ഇറ്റ് വൺസ് അഗൈൻ ഹിയർ. ഓക്കെ, സോ ഈ ലാക്റ്റിക് ആസിഡ് എന്ന് പറയുന്ന സബ്സ്റ്റൻസ് ഫോം ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ മസിൽസിൽ ക്രാംസ് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഫിനോമിനൻ അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ മസിൽ ഫട്ടീഗ് എന്ന് പറയുന്ന ആ ഒരു ഫീച്ചറിനെയാണ് നമ്മൾ മസിൽ ഫട്ടീഗ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ അപ്പം നമ്മൾ മസിൽസ് എന്താണെന്ന് പറഞ്ഞു, മസിൽസിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് പറഞ്ഞു, മസ്കുലർ ഹൈപ്പർട്രോപ്പി എന്ന് പറയുന്നൊരു ചെറിയൊരു കാര്യം നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പോൾ മസിൽസിനെ കുറിച്ച് അത്യാവശ്യ കാര്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി ഈ മസിൽസ് മാത്രമാണോ നമ്മുടെ ബോഡിയിൽ മൂവ്മെൻറ്റ്സിന് ഹെൽപ്പ് ചെയ്യുന്നത്? അല്ല അല്ലേ? അപ്പം നമ്മുടെ മസിൽസും കമ്പൈൻ ചെയ്ത്, അതായത് മസിൽസോട് കൂടി തന്നെ നമ്മുടെ ബോൺസും
ആക്റ്റീവ്ലി വർക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ ബോഡിയിൽ ഈ പറയുന്ന മൂവ്മെൻറ്റ്സ്, ഞാനിപ്പോൾ കൈ കൊണ്ട് കാണിക്കുന്ന മൂവ്മെൻറ്റ്സും ഞാൻ അനങ്ങുമ്പോൾ കാലുകൊണ്ട് കാണിക്കുന്ന മൂവ്മെൻറ്റ്സും ഇതെല്ലാം മസിൽസ് കൊണ്ട് മാത്രം നടക്കുന്ന മൂവ്മെൻറ്റ്സ് അല്ല, നമ്മുടെ ബോൺസും ഈക്വലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു മൂവ്മെൻറ്റിന്. സോ നമുക്ക് അടുത്തതായിട്ട് ഹ്യൂമൻ സ്കെൽറ്റൽ സിസ്റ്റം പഠിക്കാം. അപ്പം ഹ്യൂമൻ സ്കെൽറ്റൽ സിസ്റ്റം നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒരു ജനറൽ നോളജ് ആണ്. നമുക്കറിയാം നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ എത്ര ബോൺസ് ഉണ്ട്. അത് അറിഞ്ഞില്ലെങ്കിൽ ഭയങ്കര മോശമാണ്. നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് 206 ബോൺസ്. നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ 206 ബോൺസ് ഉണ്ട്. അപ്പം ഇത് എന്തായാലും ഓർത്തിരിക്കുക. അപ്പം ഈ 206 ബോൺസിനെ 206 ബോൺസിനെ നമുക്ക് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. അപ്പം നമ്മുടെ സ്കെൽറ്റൽ സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ ഹ്യൂമൻ സ്കെൽറ്റൽ സിസ്റ്റത്തിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ആ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് പറയാൻ പറ്റും ആക്സിയൽ സ്കെൽട്ടൻ ആൻഡ് അപ്പൻഡിക്കുലർ സ്കെൽട്ടൻ. സോ ദിസ് ഈസ് ആക്സിയൽ സ്കെൽട്ടൻ ആൻഡ് ദിസ് ഈസ് അപ്പൻഡിക്കുലർ സ്കെൽട്ടൻ. നമുക്ക് ഫസ്റ്റ് ആക്സിയൽ സ്കെൽട്ടനെ കുറിച്ച് പഠിക്കാം. ആക്സിയൽ സ്കെൽട്ടൻ നിങ്ങൾ കാണുമ്പോൾ ആക്സിയൽ സ്കെൽട്ടൻ എന്ന് പറഞ്ഞാൽ ഈ 206 ബോൺസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. സോ ഈ 206 ബോൺസിലെ 80 ബോൺസ് 80 ബോൺസ് it comes under axial skeleton. Axial skeleton comprises of 80 bonds. ആ 80 ബോൺസ് ഏതൊക്കെയാണെന്ന് നമുക്കിപ്പം ഒന്ന് നോക്കാം. അപ്പോൾ ആക്സിയൽ സ്കെൽട്ടൻ കൺസിഡർ ചെയ്യുമ്പം ആക്സിയൽ സ്കെൽട്ടൻ്റെ പാർട്സ് ആണ്. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് സ്കൾ, നമ്മുടെ തലയോട്ടി അല്ലേ. തലയോട്ടി എന്ന് പറയുന്നത് ഒറ്റ ബോണാണോ? അല്ല, ഒത്തിരി മൾട്ടിപ്പിൾ ബോൺസ് കൂടി ഉണ്ടാകുന്നതാണ് നമ്മുടെ തലയോട്ടി എന്ന് പറയുന്നത്. അപ്പം തലയോട്ടിയിൽ വി ക്യാൻ സീ ദർ ആർ 29 ബോൺസ്. അപ്പോൾ ഇത് നമ്പർ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. സ്കൾ കൺസിഡർ ചെയ്യുമ്പോൾ ആക്സിയൽ സ്കെൽട്ടൻ മൊത്തത്തിൽ കൺസിഡർ ചെയ്താൽ 80 ബോൺസ്, സ്കളിൽ മാത്രം കൺസിഡർ ചെയ്താൽ എത്ര 29 ബോൺസ് ഉണ്ട്. നൗ നമുക്ക് ഇവിടെ വി ക്യാൻ സീ ഇത് നമുക്ക് സ്കള് അല്ലേ. നൗ അടുത്ത പാർട്ടാണ് വേർട്ടിബ്രൽ കോളം. വേർട്ടിബ്രൽ കോളം അല്ലേ, നമ്മുടെ നട്ടെല്ല് അല്ലേ. സോ ഈ നട്ടെല്ല് അല്ലെങ്കിൽ വേർട്ടിബ്രൽ കോളം എന്ന് പറയുന്നത് ഇതിൽ നിന്നൊരു 3 കുറച്ചിട്ട് 26 ബോൺസ് ആണ് നമ്മുടെ വേർട്ടിബ്രൽ കോളത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. സോ സ്കൾ is made up of 29 bonds. ഇനി വേർട്ടിബ്രൽ കോളത്തിലോട്ട് വരുമ്പോൾ ഒരു 3 എണ്ണം കുറച്ചിട്ട് 26 ബോൺസ് ആയിരിക്കും നമ്മൾ വേർട്ടിബ്രൽ കോളത്തിൽ കാണാൻ പറ്റുക. നൗ ഇനി നമുക്കറിയാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മുടെ വാരിയലുകൾ കാണാൻ പറ്റും അല്ലേ. വാരിയല് കാണാൻ പറ്റും. സോ റിബ്സ് എന്ന് പറയുന്നത്, സോ അതിനെയാണ് നമ്മൾ റിബ്സ് എന്ന് പറയുന്നത്. സോ റിബ്സ് എന്ന് പറയുന്നത് നമുക്ക് 2 സൈഡിലും ഉണ്ട് അല്ലേ. അപ്പം 2 സൈഡിൽ നമുക്ക് റിബ്സ് ഉണ്ട്. അപ്പം 12 ആണ് നമ്മുടെ ഒരു സൈഡിൽ വരിക. ഇത്രയും പോർഷൻ എന്ന് പറയുന്നത് 12 എണ്ണം ആയിരിക്കും. അപ്പം 2 സൈഡിലെ നമ്മൾ കൺസിഡർ ചെയ്താൽ 12 × 2 ദാറ്റ് ഈസ് 24. സോ 24 ആണ് നമ്മുടെ റിബ്സിൻ്റെ നമ്പർ. സോ സ്കള് നമ്മൾ പറഞ്ഞു 29. ഇനി വേർട്ടിബ്രൽ കോളത്തിലോട്ട് വരുമ്പോൾ 3 എണ്ണം കുറച്ചിട്ട് 26. ഇനി ഇവിടുന്ന് 2 എണ്ണം കൂടെ കുറച്ചിട്ട് റിബ്സ് 24. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, ദാറ്റ് ഈസ് നമ്മുടെ മാറെല്ല് എന്ന് പറയും. ഇവിടെ നമുക്ക് ഒരൊറ്റ ബോണൂടെ കാണാം അല്ലേ. ഇവിടെ ഒരു മാറെല്ല് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് കോൾഡ് സ്റ്റെർണം. ഈ സ്റ്റെർണം എന്ന് പറയുന്നത് ഒരൊറ്റ സിംഗിൾ ബോണേ ഉള്ളൂ. സോ ദീസ് ആർ ദ പാർട്സ് ഓഫ് ആക്സിയൽ സ്കെൽട്ടൻ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്പർ ഒന്ന് നിങ്ങൾ ജസ്റ്റ് ഓർത്തിരിക്കുക. സോ ആക്സിയൽ സ്കെൽട്ടൻ ഒരു ഹ്യൂമൻ ബോഡി കൺസിഡർ ചെയ്താൽ ഒരു ഹ്യൂമൻ സ്കെൽട്ടത്തിൽ വി ഹാവ് 206 ബോൺസ് 206 ബോൺസ്. ആൻഡ് ഇതിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, ആക്സിയൽ സ്കെൽട്ടൻ ആൻഡ് അപ്പൻഡിക്കുലർ സ്കെൽട്ടൻ. ഇനി ആക്സിയൽ സ്കെൽട്ടൻ കൺസിഡർ ചെയ്താൽ വി ഹാവ് 80 ബോൺസ്. ആ 80 ബോൺസ് ഏതൊക്കെയാണെന്നാണ് നമ്മളിപ്പോൾ പറയുന്നത്. സ്കൾ ഫസ്റ്റ് പാർട്ട് സ്കളാണ്. സ്കളിൽ 29 ബോൺസ്. നൗ വേർട്ടിബ്രൽ കോളം ഒരു 3 എണ്ണം കുറച്ചിട്ട് 26. ആൻഡ് ഇനി ഒരു 2 എണ്ണം കൂടെ കുറച്ചാൽ റിബ്സ് വരും 24 ബോൺസ്. നൗ ഇനി മിച്ചമുള്ളത് 80ൽ നിന്ന് ഇപ്പം മൊത്തത്തിൽ 79 ആയി അല്ലേ. ഇനി മിച്ചമുള്ള ഒരു ബോൺ എന്ന് പറയുന്നത് സ്റ്റെർണമായിരിക്കും. ഇനി നമുക്ക് ആക്സിയൽ സ്കെൽട്ടൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അപ്പൻഡിക്കുലർ സ്കെൽട്ടൻ പഠിക്കാം. അപ്പൻഡിക്കുലർ സ്കെൽട്ടൻ എന്ന് പറയുന്നത് നമ്മുടെ സൈഡിലോട്ടുള്ള അപ്പൻഡേജസിനെയാണ് അപ്പൻഡിക്കുലർ സ്കെൽട്ടൻ എന്ന് പറയുന്നത്.
ആക്സിയൽ സ്കെൽട്ടനും അപ്പൻഡിക്കുലർ സ്കെൽട്ടനും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് ആക്സിയൽ സ്കെൽട്ടൻ നമ്മുടെ സെൻട്രൽ ആക്സിസിലുള്ള ബോണാണ്. നമുക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ ബോഡിയിലെ സെൻട്രൽ ആക്സിസ് ആണ് അല്ലേ ഇത്. സോ അതുകൊണ്ടാണ് നമ്മൾ ആക്സിയൽ സ്കെൽട്ടൻ എന്ന് പറയുന്നത്. സോ ബോഡിയുടെ സെൻട്രൽ ആക്സിസ് ആണ് ആക്സിയൽ സ്കെൽട്ടൻ. നൗ ഇനി നമ്മുടെ ആ സെൻട്രൽ ആക്സിസിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന അപ്പൻഡേജസ് അല്ലെങ്കിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ബോൺസിനെയാണ് നമ്മൾ അപ്പൻഡിക്കുലർ സ്കെൽട്ടൻ എന്നും പറയുന്നത്. ഓക്കെ, നമുക്ക് അപ്പൻഡിക്കുലർ സ്കെൽട്ടൻ എത്ര എണ്ണം ആണെന്നുള്ളത് നോക്കാം. സോ ബാക്കി 126 ബോൺസ് ആണ് അല്ലേ ഉള്ളത്. സോ 206 നിന്ന് 80 എണ്ണം കുറച്ചു, 80 നമ്മൾ കട്ട് ഷോർട്ട് ചെയ്തു. ഇനി നമുക്ക് ബാക്കിയുള്ളത് 126 ബോൺസ് ആണ്. ഈ 126 ബോൺസ് ആണ് നമുക്ക് അപ്പൻഡിക്കുലർ സ്കെൽട്ടൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇനി അപ്പൻഡിക്കുലർ സ്കെൽട്ടത്തിലുള്ള നമുക്ക് പാർട്സ് പറയാം. ഫസ്റ്റ് വൺ ഇസ് പെക്ടറൽ ഗർഡിൽ, നമ്മുടെ ഷോൾഡറിൽ കാണുന്നത്. ഓക്കെ, ദാറ്റ് ഇസ് പെക്ടറൽ ഗർഡിൽ. പെക്ടറൽ ഗർഡിൽ എന്ന് പറയുന്നത് നമ്മുടെ ഷോൾഡറിലുള്ള ബോൺസ് ആണ്. അപ്പം ഈ ഷോൾഡറിലുള്ള ബോൺസ് നമ്മൾ 4 in number ആണ്. ഓക്കെ, 4 in number. നൗ പെൽവിക് ഗർഡിൽ, നമ്മുടെ ഹിപ്പിൽ കാണുന്നത് ഇവിടെ വി ക്യാൻ സീ 2 ബോൺ. ഇത് ഒരൊറ്റ ബോണാണ്, ഈ ഒരെണ്ണം എന്ന് പറയുന്ന ഒരൊറ്റ ബോണാണ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഇതിനെ നമ്മൾ പെൽവിക് ഗർഡിൽ എന്നും പറയുന്നു. ദിസ് ഈസ് 2 in number. ഓക്കെ, സോ പെക്ടറൽ ഗർഡിൽ എന്ന് പറയുന്നത് ഷോൾഡറിൽ കാണുന്നതും പെൽവിക് ഗർഡിൽ എന്ന് പറയുന്നത് ഹിപ്പിൽ കാണുന്നതുമാണ്. സോ ഷോൾഡറിൽ കാണുന്നത് 4 ബോൺസ്, അത് പല പല പേരുകളുണ്ട്. 4 ബോൺസ് കൂടിയിട്ടാണ്, ലൈക്ക് സ്കാപ്പുല, ക്ലാവിക്കിൾ അങ്ങനെയൊക്കെ നമ്മൾ പറയും. ഓക്കെ, നൗ പെൽവിക് എന്ന് പറയുന്നത് ഹിപ്പിൽ കാണുന്നതാണ്. ദാറ്റ് ഈസ് 2 in number. നൗ നമുക്കറിയാം ഈ കൈ എന്ന് പറയുന്നത് എന്താണ്, ഫോർലിംബാണ് അല്ലേ. അപ്പം നമ്മുടെ ഈ കൈ എന്ന് പറയുന്നത് എത്ര ബോൺസ് ആയിരിക്കും? നമുക്ക് 2 കൈ ഉണ്ട് അല്ലേ. അപ്പോൾ ഒരു കൈയിൽ കാണുന്നത് 30 ബോൺസാ. ഓക്കെ, നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ എന്താ, ഇവിടുന്ന് ഒരു ബോൺ, ഇവിടുന്ന് ഒരു ബോൺ, ഇവിടുന്ന് ഒരു ബോൺ, ഇവിടുന്ന് ഒരു ബോൺ അല്ലേ. അങ്ങനെ വളരെ കുറച്ചേ ഉള്ളൂ. പക്ഷേ ഇവിടെ വി ക്യാൻ സീ ദർ ആർ 2 ബോൺസ്. അങ്ങനെ നമുക്ക് ഒത്തിരി അധികം ബോണുകൾ കൂടിയാണ് നമ്മുടെ ഫോർലിംബ് ഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഹാൻഡ്, അതായത് ഫോർലിംബ് നമ്മൾ കൺസിഡർ ചെയ്താൽ ഒരു ഫോർലിംബിൽ വി ഹാവ് 30 ബോൺസ്. 30, പക്ഷെ നമുക്ക് ഒറ്റ കൈയിലല്ലോ ഉള്ളത്, 2 കൈയില്ലേ. അപ്പം 30 into 2 ദാറ്റ് ഈസ് 60 ബോൺസ് നമുക്കിവിടെ കാണാൻ പറ്റും. നൗ ഹൈൻഡ് ലിംബ് എന്താണ്, നമ്മുടെ കാൽഭാഗം. സോ കാലിൽ വി ക്യാൻ സീ ഹൈൻഡ് ലിംബ് നമ്മൾ കൺസിഡർ ചെയ്താൽ, ഓക്കെ, ഹൈൻഡ് ലിംബ് അപ് ടു ഹിയർ കൺസിഡർ ചെയ്താൽ അവിടെയും 30 ബോൺസ് ഉണ്ട്. ബട്ട് നമുക്ക് 2 കാലുള്ളത് കൊണ്ട് 30 into 2 60. ഓക്കെ, സോ 60 plus 60 that is 120. 120 plus 4 124 plus 2 126. So appendicular skeleton total 126 എത്തി. Okay, so this is how human skeletal system is classified. Now അപ്പോൾ നമുക്ക് ഈ ടേബിൾ ഒന്ന് വെറുതെ ഒന്ന് ഫില്ല് ചെയ്താലോ, അല്ലെങ്കിൽ ഫ്ലോ ചാർട്ട് നമുക്ക് പെട്ടെന്ന് ഫില്ല് ചെയ്താലോ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്തൊക്കെയായിരുന്നു ഹ്യൂമൻ സ്കെൽറ്റൽ സിസ്റ്റത്തിൻ്റെ പ്രത്യേകതകൾ? 2ആയിട്ട് ഡിവൈഡ് ചെയ്തു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 206 ബോൺസ് ഉണ്ട് അല്ലേ, 206 ബോൺസ് ഉണ്ട്. സോ അതിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്താൽ ആക്സിയൽ സ്കെൽട്ടൻ ഉണ്ട്. നൗ ഇവിടെ അപ്പൻഡിക്കുലർ സ്കെൽട്ടൻ ഉണ്ട് അല്ലേ, appendicular skeleton ഉണ്ട്. appendicular skeleton 126 and axial skeleton 80. ഓക്കെ, നൗ ആക്സിയൽ സ്കെൽട്ടനിലുള്ള പാർട്സ് ഏതൊക്കെയായിരുന്നു ഒന്ന് ഓർത്ത് നോക്കിക്കേ. യെസ്, സ്കൾ, പിന്നെ വേർട്ടിബ്രൽ കോളം അല്ലേ, വേർട്ടിബ്രേ. നൗ അടുത്ത എന്തായിരുന്നു, റിബ്സ് ആൻഡ് സ്റ്റർണം. ഇനി ഇതിന്റെ നമ്പർ ഒന്ന് ഓർത്തെടുത്തേ. ഇവിടെ 29, ഒരു 3 എണ്ണം കുറച്ച് 26, ഒരു 2 എണ്ണം കുറച്ച് 24 ആൻഡ് ബാക്കിയുള്ള ഒരെണ്ണം ഇസ് സ്റ്റർണം. നൗ അപ്പൻഡിക്കുലർ സ്കെൽട്ടത്തിലോട്ട് വന്നാൽ ഏതൊക്കെയായിരുന്നു? പെക്ടറൽ ഗാർഡിൽ, പെൽവിക് ഗാർഡിൽ, നൗ ഫോർലിംബ് ആൻഡ് യെസ് ഹൈൻഡ് ലിംബ്. ഓക്കെ, അപ്പം പെക്ടറൽ ഗാർഡിൽ എത്രയായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്? 4, പെൽവിക് ഗാർഡിൽ 2, ഫോർലിംബ് 30 into 2 60 and also hind limb 30 into 2 60.
ഓക്കെ, സോ നമ്മൾ സക്സസ്ഫുള്ളി അടുത്ത ഫ്ലോ ചാർട്ടും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇപ്പോൾ ഭയങ്കര സിമ്പിൾ അല്ലേ? ഇപ്പം നമ്മൾ ഓർത്തെടുക്കുമ്പോൾ ഇപ്പോൾ ഇത്ര ഉള്ളതെന്ന് നമ്മൾ വിചാരിക്കും അല്ലേ? നമുക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഓരോ ബോൺസ് നമുക്ക് പഠിക്കാനില്ല, ബട്ട് ഇത്രയും നമ്പർ ഓഫ് ബോൺസ് ആണ് നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ ഉണ്ട് എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, നൗ നമ്മൾ ബോൺസിൻ്റെ കാര്യവും പറഞ്ഞു, മസിൽസിൻ്റെ കാര്യവും പറഞ്ഞു അല്ലേ? പക്ഷേ നമ്മുടെ ബോൺസ് ആദ്യം ഞാൻ പറഞ്ഞു മസിൽസ് മാത്രമുള്ളെന്ന് പറഞ്ഞു, പിന്നെ ഞാൻ പറഞ്ഞു ബോൺസും കൂടെ കൂടിയിട്ടാന്ന് പറഞ്ഞു. പക്ഷേ മസിൽസും ബോൺസും മാത്രം മതിയോ? ഈ ബോൺ എന്ന് പറയുന്നത്, എൻ്റെ കൈ എന്ന് പറയുന്നത് എനിക്കിങ്ങനെ അനക്കാൻ പറ്റും അല്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ അനക്കാൻ പറ്റുന്നത്? എനിക്ക് ഇവിടം തൊട്ട് ഇവിടം വരെ ഒരൊറ്റ ബോണായിരുന്നെങ്കിൽ എനിക്ക് കൈ ഇങ്ങനെ അനക്കാൻ പറ്റുമായിരുന്നോ? ഒരിക്കലുമില്ല. ഇവിടെ രണ്ട് സെപ്പറേറ്റഡ് ആയിട്ടുള്ള ബോൺസ് കുറേ ഉള്ളത് കാരണമാണ് എനിക്കിവിടെ കൈ അനക്കാൻ പറ്റുന്നത് അല്ലേ? അപ്പം ഈ രണ്ട് ടൈപ്സ് ഓഫ് ബോൺസിനെ ബന്ധിപ്പിക്കാനായിട്ട് ഇവിടെ എനിക്കൊരു ജോയിൻ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. ഓക്കെ, സോ രണ്ട് ബോൺസിനെ, ഇവിടെ ഒരു ബോൺ ഉണ്ട്, ഇവിടെ ഒരു ബോൺ ഉണ്ട് അല്ലേ? സോ ഹിയർ വി ഹാവ് 2 ബോൺസ്. അപ്പം ഈ രണ്ട് ബോണിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് നമ്മുടെ ജോയിൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, 2 bonds are joined by joint. ഓക്കെ, നൗ അതാണ് നമ്മൾ ജോയിൻ്റ് എന്ന് പറഞ്ഞു. ഇനി നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജോയിൻറ്റ്സ് ഉണ്ട്. ഓക്കെ, നമ്മൾ ഒത്തിരി ടൈപ്സ് അവിടെ ഇവിടെയൊക്കെ പറയുന്നുണ്ട്, അതേപോലെ തന്നെ ജോയിൻറ്റിനും ഉണ്ട് കുറച്ച് ടൈപ്സ്. ഓക്കെ, ആ ജോയിൻറ്റിൻ്റെ ടൈപ്സ് ഒന്ന് ഓർത്തിരിക്കുക. അത് ഏതൊക്കെ ജോയിൻറ്റ്സ് ആണെന്നുള്ളത് നമുക്ക് പഠിക്കാം. ഫസ്റ്റ് വൺ ഇസ് പിവറ്റ് ജോയിൻറ്റ്. അപ്പം നമുക്ക് ഈ പറയുന്നതിൻ്റെ കൂടുതൽ തന്നെ എൻ്റെ പെക്യുലാരിറ്റീസും പറഞ്ഞു പോവാം. അപ്പോൾ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ജോയിൻറ്റ് എന്ന് പറയുന്നത് പിവറ്റ് ജോയിൻ്റ് ആണ്. നൗ രണ്ടാമത്തെ ജോയിൻറ്റ് ഹിഞ്ച് ജോയിൻറ്റ്. നൗ വി ക്യാൻ സീ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ് ആൻഡ് ദി അതർ വൺ ഇസ് ഗ്ലൈഡിംഗ് ജോയിൻറ്റ്. സോ ഈ 4 എണ്ണമാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജോയിൻറ്റ്സ്. എന്തൊക്കെയായിരുന്നു? ദിസ് ഇസ് പിവറ്റ് ജോയിൻറ്റ്, ദിസ് ഇസ് ഹിഞ്ച് ജോയിൻറ്റ് ആൻഡ് ദിസ് ഇസ് ഗ്ലൈഡിംഗ് ജോയിൻറ്റ് and the fourth one is ball and socket joint. നമുക്ക് ഇപ്പോൾ തന്നെ ഇതിൻ്റെ പെക്യുലാരിറ്റീസും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ജോയിൻറ്റ് എന്തായിരുന്നു? പിവറ്റ് ജോയിൻറ്റ്. അപ്പം നിങ്ങൾക്ക് ഈ പടത്തിൽ കാണുന്ന പോലെ തന്നെ പിവറ്റ് ജോയിൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിഫറെൻറ്റ് ഡയറക്ഷൻസിൽ മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യാം, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യാം അല്ലേ? അപ്പം ഡിഫറെൻറ്റ് ഡിറക്ഷൻസിൽ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അതിനെയാണ് പിവറ്റ് ജോയിൻറ്റ് എന്ന് പറയുന്നത്. സോ ഇവിടെ എവിടെയായിരിക്കും പിവറ്റ് ജോയിൻറ്റ് കാണുക? നമ്മുടെ ഫസ്റ്റ് വേർട്ടിബ്രെ, നമ്മുടെ നട്ടലിൻ്റെ ഫസ്റ്റ് വേർട്ടിബ്രെ സ്കള്ളുമായിട്ട് ജോയിൻ ചെയ്യുന്ന ഒരു സ്ഥലം ഉണ്ടാവും. അപ്പം ഇവിടെ നമുക്ക് പിവറ്റ് ജോയിൻറ്റ് കാണാൻ പറ്റും. ഓക്കെ, ഡിഫറെൻറ്റ് ഡയറക്ഷൻസിൽ നമുക്ക് മൂവ് ചെയ്യാമെന്ന് പറയല്ലേ. നമ്മുടെ സ്കള്ള് നമുക്ക് ഇങ്ങനെ നന്നായിട്ട് മൂവ് ചെയ്യാൻ പറ്റില്ലേ, കറക്കാൻ പറ്റത്തില്ലേ? അതെന്തുകൊണ്ടാണ്? അവിടെ പിവറ്റ് ജോയിൻറ്റ് ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, സോ സ്കള്ളിൽ വി ക്യാൻ സീ പിവറ്റ് ജോയിൻറ്റ്. ദ ഫസ്റ്റ് വേർട്ടിബ്രെ ജോയിൻസ് വിത്ത് ദി സ്കൾ. ആ ഒരു പോയിന്റിൽ നമുക്ക് പിവറ്റ് ജോയിൻറ്റ് കാണാൻ പറ്റും. നൗ അടുത്താണ് ഹിഞ്ച് ജോയിൻറ്റ് എന്ന് പറയുന്നത്. സോ ഹിഞ്ച് ജോയിൻറ്റ് എവിടെയായിരിക്കും കാണാൻ പറ്റുക? ഇനി ഇവിടെ ഹിഞ്ച് ജോയിൻറ്റ് പ്രത്യേകത നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ഒറ്റ ഡയറക്ഷനിലേ മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മാത്രമേ ഇങ്ങനെ മാത്രമേ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ? സോ ആ ഒരു ജോയിൻറ്റിനെയാണ് നമുക്ക് ഹിഞ്ച് ജോയിൻ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഹിഞ്ച് ജോയിൻറ്റ് കാണാൻ പറ്റുന്നത് നമ്മുടെ എൽബോ. ഓക്കെ, എൽബോയിൽ നമുക്ക് ഈ എൽബോ ഇങ്ങനെയല്ലേ മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ? ഇങ്ങനെ മാത്രം നമുക്ക് എൽബോ മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി നമ്മുടെ നീയിൽ നമുക്ക് ഒരൊറ്റ ഡയറക്ഷനിലേ മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ? സോ എൽബോ ആൻഡ് നീ ആ ഒരു പോർഷൻസിലൊക്കെ ആയിരിക്കും നമുക്ക് ഹിഞ്ച് ജോയിൻറ്റ് കാണാൻ പറ്റുക. നൗ ദ തേർഡ് ജോയിൻറ്റ് ഇസ് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്. ഈ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റിൽ ബോളും ഉണ്ടാവും, സോക്കറ്റും ഉണ്ടാവും. അപ്പോൾ ബോള് ഇരിക്കാൻ പാകത്തിന് ഒരു സോക്കറ്റ് ഉണ്ട്, ഒരു കപ്പ് ഷേപ്ഡ് സ്ട്രക്ചറും ഉണ്ടാവും. ഈ സോക്കറ്റിലോട്ട് ബോൾ ഇരുന്നാൽ ഇതിങ്ങനെ കറങ്ങിയായിരിക്കും മൂവ് ചെയ്യുക അല്ലേ? അങ്ങനെ കറങ്ങി മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം എല്ലാ ഡയറക്ഷൻസിലോട്ടും ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റിന് മൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെ എല്ലാ ഡയറക്ഷൻസിലോട്ടും മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾസ് ഒന്ന് ഓർത്ത് നോക്കിയേ. നമ്മുടെ ഷോൾഡർ ജോയിൻറ്റ് അല്ലേ? ഇവിടെ ഷോൾഡർ കാണാൻ പറ്റും. ഈ ഷോൾഡറിലുള്ള ജോയിൻറ്റ് നമുക്ക് ഈ ഷോൾഡർ ഇങ്ങനെ കറക്കാൻ പറ്റില്ലേ? എല്ലാ ഡയറക്ഷൻസിലോട്ടും നമുക്ക് മൂവ് ചെയ്യാൻ പറ്റത്തില്ലേ അല്ലേ? സോ അപ്പോൾ അവിടെ കാണുന്ന ജോയിൻറ്റ് ഏതാണ്? ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്. ഇനി നമ്മുടെ ഹിപ്പ് നമുക്ക് എല്ലാ സ്ഥലത്തോട്ടും നമുക്ക് ഒരു റൗണ്ട് ഏരിയയിൽ നമുക്ക് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും അല്ലേ? സോ അത് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ് അവിടെ പ്രസൻറ്റ് ആയിട്ടുള്ളതുകൊണ്ടാണ് നമുക്കവിടെ അങ്ങനെ ഒരു മൂവ്മെൻറ്റ് പോസിബിൾ ആയിരിക്കുന്നത്. ഇനി അതേപോലെ തന്നെ ഗ്ലൈഡിംഗ് ജോയിൻറ്റ്. ഓക്കെ, ഇനി അടുത്താണ് ഗ്ലൈഡിംഗ് ജോയിൻറ്റ് എന്ന് പറയുന്നത്. ഗ്ലൈഡിംഗ് ജോയിൻറ്റിന്
ലെസ് മൂവ്മെൻറ്റ്സ് ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഗ്ലൈഡിങ് മൂവ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരു ഫ്ലാറ്റ് ബോണിൻ്റെ സർഫസിൽ വേറൊരു ബോൺ ഗ്ലൈഡ് ചെയ്ത് മൂവ് ചെയ്യുക, അതിനെയാണ് നമ്മൾ ഗ്ലൈഡിങ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഗ്ലൈഡിങ് ജോയിൻറ്റ് എന്ന് പറയുന്നത്. ഈ ഗ്ലൈഡിങ് ജോയിൻറ്റ് എവിടെയായിരുന്നു കാണാൻ പറ്റുക? ഒന്ന് ഊഹിച്ച് നോക്കിക്കേ. എക്സാക്ട്ലി നമ്മുടെ റിസ്റ്റ്, നമ്മുടെ ഈ കൈയുടെ റിസ്റ്റിലും നമ്മുടെ കാലിൻ്റെ കണങ്കാലിൻ്റെ പ്രദേശങ്ങളിലുമായിരിക്കും, ആ ഒരു ഏരിയയിലുമായിരിക്കും റിസ്റ്റ് ആൻഡ് ആങ്കിൾ, ആ ഒരു പോർഷനിലൊക്കെ ആയിരിക്കും നമ്മുടെ ഗ്ലൈഡിങ് ജോയിൻറ്റ് കാണാൻ പറ്റും. സോ ഈ 4 ടൈപ്പ് ഓഫ് ജോയിൻറ്റ് നിങ്ങൾ ഓർത്തിരിക്കുക. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇമേജ് വെച്ചൊന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഈസ് പിവറ്റ് ജോയിൻറ്റ്. പിവറ്റ് ജോയിൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് വേർട്ടിബ്ര സ്കള്ളുമായിട്ട് ജോയിൻ ചെയ്യുന്ന സ്ഥലത്തായിരിക്കും. നൗ സെക്കൻഡ് വൺ ഈസ് ഇവിടെ പറയുകയാണെങ്കിൽ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് ആയിരിക്കും. ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ് എവിടെയൊക്കെ കാണും നമ്മൾ പറഞ്ഞേ? ഷോൾഡർ പോർഷനിലും ഹിപ്പ് റീജിയനിലും ആയിരിക്കും കാണുക. നൗ ദ തേർഡ് വൺ ഈസ് ഹിഞ്ച് ജോയിൻറ്റ്. ഹിഞ്ച് ജോയിൻറ്റ് എവിടെയായിരുന്നു കാണാൻ പറ്റിയിരുന്നത്? നമ്മുടെ എൽബോയ്സിലും നമ്മുടെ നീസിലും, ഈ 2 റീജിയനിലായിരിക്കും ഹിഞ്ച് ജോയിൻറ്റ് കാണുക, ഹിഞ്ച് ജോയിൻറ്റ് കാണുക. നൗ ഗ്ലൈഡിങ് ജോയിൻറ്റ് നമുക്ക് കാണാൻ പറ്റുന്നത് എവിടെയായിരുന്നു? റിസ്റ്റ് ആൻഡ് ആങ്കിൾ ജോയിൻറ്റ്സ്. ഓക്കെ, സോ ഇത്രയും ടൈപ്പ് ഓഫ് ജോയിൻറ്റ്സ് ഒന്ന് ഓർത്തിരിക്കുക. അതെവിടെയൊക്കെയാണ് കാണുന്നതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, നൗ നമ്മൾ ജോയിൻസിൻ്റെ ടൈപ്സേ കണ്ടുള്ളൂ, ജോയിൻറ്റിൻ്റെ സ്ട്രക്ചർ നമ്മൾ ഇതുവരെ കണ്ടില്ല. അപ്പം ഒരു ജോയിൻ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ രണ്ട് ബോൺസിനെ തമ്മിൽ കൂട്ടി മുട്ടിക്കുന്ന ഒരു റീജിയനെയാണ് നമ്മൾ ജോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ജോയിൻറ്റിൽ എന്തൊക്കെ സാധനങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുക? ഓക്കെ, അതിൻ്റെ ഒരു സ്ട്രക്ചർ നമുക്കൊന്ന് കാണാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 2 ബോൺ കാണാൻ പറ്റും. ഓക്കെ, ഇതൊരു ബോൺ, ഇത് അടുത്ത ബോൺ അല്ലേ? ഇനി ഈ 2 ബോണിനെയും അറ്റത്തായിട്ട് യു ക്യാൻ സീ ഒരു കവറേജ് കാണാം അല്ലേ? ഇവിടെ നിങ്ങൾക്കൊരു കവറിങ് കാണാം അല്ലേ? ഈ ഒരു കവറേജിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കാർട്ടിലേജ് എന്ന് പറയുന്നത്. ഓക്കെ, കാർട്ടിലേജ് എന്ന് പറയുന്നത്. സോ എന്തിനാ ഈ കാർട്ടിലേജ് എന്ന് പറയുന്ന സാധനം നമുക്കിവിടെ പ്രസൻ്റ് ആയിരിക്കും? ഒരു മെംബ്രെയിൻ സ്ട്രക്ചർ. എന്തിനാ ഈ കാർട്ടിലേജ് എന്ന് പറയുന്ന സാധനം നമുക്കിവിടെ വേണ്ടത്? ഈ 2 ബോണും തമ്മിൽ ഒരസാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഫ്രിക്ഷൻ വരാൻ ചാൻസ് ഉണ്ട് അല്ലേ മൂവ്മെൻറ്റിൻ്റെ സമയത്തൊക്കെ. അപ്പോൾ ആ ഫ്രിക്ഷനൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതിൻ്റെ ഇമ്പാക്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കിവിടെ കാർട്ടിലേജ് പ്രസൻ്റ് ആയിരിക്കുക, ടു റെഡ്യൂസ് ദി ഫ്രിക്ഷൻ. ഇനി ഈ 2 ജോയിൻറ്റിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു മെംബ്രെയിന് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, ഈ മെംബ്രെയിനിൻ്റെ ഫങ്ഷൻ വേറെയാണ്. ദാറ്റ് ഈസ് ഈ മെംബ്രെയിനെ നമ്മൾ സൈനോവിയൽ മെംബ്രെയിൻ എന്ന് പറയുന്നു. ഓക്കെ, സൈനോവിയൽ മെംബ്രെയിൻ. ഈ സൈനോവിയൽ മെംബ്രെയിൻ സെക്രീറ്റ് ചെയ്യുന്ന ഒരു ഇവിടെ നിങ്ങൾക്ക് ഫ്ലൂയിഡും കാണാം. ഓക്കെ, ഈ ഫ്ലൂയിഡിനെയാണ് നമ്മൾ സൈനോവിയൽ ഫ്ലൂയിഡ് എന്നും പറയുന്നത്. സൈനോവിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. സോ സൈനോവിയൽ മെംബ്രെയിൻ സെക്രീറ്റ് ചെയ്യുന്ന ഫ്ലൂയിഡാണ് സൈനോവിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. സോ ഈ സൈനോവിയൽ ഫ്ലൂയിഡും സെയിം ഫംഗ്ഷൻ ആസ് ദാറ്റ് ഓഫ് കാർട്ടിലേജ് ആണ്. കാരണം ഫ്രിക്ഷനൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഫ്ലൂയിഡ് ഒരു ലൂബ്രിക്കൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ സൈനോവിയൽ ഫ്ലൂയിഡ് ആക്ട് ആസ് ലൂബ്രിക്കൻ്റ് ബിറ്റ്വീൻ ദി ബോൺസ്. ഓക്കെ, നൗ ഇനി ഈ 2 ബോൺസിനെ തമ്മിൽ പിടിച്ച് നിർത്താൻ വേണ്ടിയിട്ട്, അതിന് ആ ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി, അത് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറാതെ ആ ഒരു പൊസിഷനിൽ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു യെറ്റ് അനദർ സ്ട്രക്ചർ ഉണ്ടാവും. ആ സ്ട്രക്ചറിനെയാണ് നമ്മൾ ലിഗമെൻറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഇപ്പം ലിഗമെൻറ്റ് പൊട്ടിപ്പോയി എന്നൊക്കെ പറഞ്ഞ് ഇപ്പം വീഴുമ്പോഴൊക്കെ ചിലർ പറയുന്നതാക്കാം അല്ലേ, ലിഗമെൻറ്റ് പൊട്ടി എന്നൊക്കെ പറയാമല്ലേ. അപ്പോൾ അതെന്ത് ലിഗമെൻറ്റ്? അപ്പം എന്ത് സംഭവിക്കുക? ലിഗമെൻറ്റ് പൊട്ടിയാൽ നമ്മുടെ ബോൺസ് തമ്മിൽ ഡിസ്ലൊക്കേഷൻ നടക്കും. ഓക്കെ, ലിഗമെൻറ്റ് പൊട്ടിയാൽ നമ്മുടെ ബോൺസ് ഡിസ്ലൊക്കേറ്റ് ആവും, അതാണ് അവിടെ പ്രശ്നം വരുന്നത്. ഓക്കെ, സോ ഈ ബോൺസിന് തമ്മിൽ ഡിസ്ലൊക്കേഷൻ വരാതെ അതിൻ്റെ പൊസിഷനിൽ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് ലിഗമെൻറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഹോൾ സ്ട്രക്ചർ, ബോണ്, ലിഗമെൻറ്റ്, സൈനോവിയൽ മെംബ്രെയിൻ, ഇതിങ്ങനെയുള്ള സ്ട്രക്ചേഴ്സിനെ ഫുള്ള് കവർ ചെയ്യുന്നതാണ് നമ്മുടെ ക്യാപ്സ്യൂൾ എന്ന് പറയുന്ന സ്ട്രക്ചർ. ഏറ്റവും ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ള ഒരു കവറിങ്. ഓക്കെ, അതിനെയാണ് നമ്മൾ ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. സോ ഇത്രയാണ് നമ്മുടെ ജോയിൻറ്റിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പടമാണ്. എപ്പോഴും നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലെ പടം കാണുമ്പോഴായിരിക്കും കുറച്ചും കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഇതും കൂടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ 2 ബോൺസ് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. നിങ്ങൾക്കിവിടെ 2 ബോൺസ് കാണാൻ പറ്റും. അപ്പം സൈനോവിയൽ മെംബ്രെയിൻ എന്താണെന്ന് പറഞ്ഞു? സെക്രീറ്റ് സൈനോവിയൽ ഫ്ലൂയിഡ്. സൈനോവിയൽ ഫ്ലൂയിഡ് എന്തായിരുന്നു? ഇറ്റ് ഫങ്ഷൻസ് ആസ് എ ലൂബ്രിക്കൻ്റ് ബിറ്റ്വീൻ ദി ബോൺസ്. നൗ ക്യാപ്സ്യൂൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞു? It covers and protects the joints. Then cartilage നമ്മൾ പറഞ്ഞു എന്താണെന്ന്? It reduces friction between the bones. And ligament, it ensures that bones are not displaced
and holds them in correct position. Okay, so this is the structure of joint. നമ്മളിപ്പം skeleton എന്ന് പറയുന്ന സാധനം മസിൽസിൻ്റെ ഉള്ളിലാണെന്നാണ് ഇത്രയും നേരം നമ്മൾ പഠിച്ചത് അല്ലേ. അപ്പോൾ അത് അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ എൻഡോ, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സ്കെൽട്ടനെയാണ് നമ്മൾ എൻഡോ സ്കെൽട്ടൻ എന്ന് പറയുന്നത്. ഉള്ളിൽ എൻഡോ, ഓക്കെ, എൻഡോ സ്കെൽട്ടൻ എന്ന് പറയുന്നത് അത് ഓൾമോസ്റ്റ് എല്ലാ ഓർഗാനിസത്തിലും ഉണ്ട്. നൗ വി ക്യാൻ ഓൾസോ സീ എക്സോസ്കെൽട്ടൻ. നമുക്ക് എക്സോസ്കെൽട്ടൻ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഈവൻ നമ്മുടെ കേസ് തന്നെ കൺസിഡർ ചെയ്താൽ തന്നെ വി ഹാവ് എക്സോസ്കെൽട്ടൻ. നമ്മൾ ഹ്യൂമൻ ബീങ്സിൻ്റെ കേസ് കൺസിഡർ ചെയ്താൽ തന്നെ നമ്മൾ എക്സോസ്കെൽട്ടൻ എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് കാണാൻ പറ്റും. അത് എന്തൊക്കെയായിരിക്കും? നമ്മൾ ഒന്ന് ഓർത്ത് വയ്ക്കുക, നമ്മുടെ ബോഡിയുടെ പുറത്ത് സ്കെൽട്ടൻ അല്ല, ബട്ട് സ്കെൽട്ടൻ ലൈക്ക് സ്ട്രക്ചേഴ്സ്, അങ്ങനെ അതിനോട് ഉപമിക്കാവുന്ന കുറച്ച് സ്ട്രക്ചേഴ്സ് നമ്മുടെ ബോഡിയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ അതിന് സ്കെൽട്ടൻ ഔട്ട്സൈഡ് ദ മസിൽസിനെയാണ് നമ്മൾ എക്സോസ്കെൽട്ടൻ എന്ന് പറയുക. ഈ ഒരു ടേബിൾ നമുക്കൊന്ന് ഫില്ല് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ കണ്ട പോലെ തന്നെ ഹ്യൂമൻസിൻ്റെ കേസിൽ വി ഹാവ് നെയിൽ ഹെയർ, നമ്മുടെ നഖം, നമ്മുടെ മുടി. ഓക്കെ, ഇതൊക്കെ നമ്മുടെ മസിൽസിന് പുറത്താണ് കാണുന്നത് അല്ലേ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എക്സോസ്കെൽട്ടൻ എന്ന് പറയുന്നത്. ഇതൊക്കെ നമുക്ക് പ്രിസർവ് ചെയ്ത് വെക്കാൻ പറ്റുന്ന കാര്യമാണ് അല്ലേ. സോ ഇതിനാണ് നമ്മൾ എക്സോസ്കെൽട്ടൻ എന്ന് പറയുന്നത്. നൗ വെൻ കമ്മിങ് ടു റെപ്റ്റൈൽസിൽ എന്താ നമുക്ക് കാണാൻ പറ്റുക? സ്കെയിൽസ് കാണാൻ പറ്റും അല്ലേ. അതിൻ്റെ ബോഡിയിൽ നമ്മളിപ്പോൾ പാമ്പിനെയൊക്കെ നോക്കിയാൽ അതിൻ്റെ ബോഡിയുടെ പുറത്തായിട്ട് നമുക്ക് സ്കെയിൽസ് കാണാൻ പറ്റും അല്ലേ. അപ്പോൾ സ്കെയിൽസ്, പിന്നെ അതിൻ്റെ നെയില്, ഇതൊക്കെ അതിൻ്റെ എക്സോസ്കെൽട്ടൻ്റെ ഭാഗമായിരിക്കും. ഇനി ഒരു 2 കോളം കൂടെ നമുക്കൊന്ന് ഫില്ല് ചെയ്താലോ. നിങ്ങൾ തന്നെ ഒരു എക്സാമ്പിൾ ഓർത്ത് നോക്കിയേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബേർഡ്സ് നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക. ഓക്കെ, ബേർഡ്സ് നിങ്ങളൊന്ന് ഓർത്ത് നോക്കാം. ബേർഡ്സിൻ്റെ കേസിൽ എന്തായിരിക്കും അതിൻ്റെ എക്സോസ്കെൽട്ടൻ എന്ന് പറയാൻ നമുക്ക് പറ്റുന്നത്? ബേർഡ്സിൻ്റെ കേസിൽ എന്തായിരിക്കും നമ്മുടെ എക്സോസ്കെൽട്ടൻ, അവരുടെ എക്സോസ്കെൽട്ടൻ എന്നൊക്കെ പറയാൻ പറ്റുന്നത്? അവർക്ക് എന്താ, ചിറകുണ്ടല്ലേ. അപ്പോൾ ഫെദേഴ്സ് അവരുടെ എക്സോസ്കെൽട്ടൻ ആണ്. പിന്നെ അവരുടെ ചുണ്ടുണ്ടല്ലേ. ചുണ്ടെന്ന് പറയുന്ന ഒരു ഹാർഡ് പാർട്ടല്ലേ, ഒരു സ്കെൽട്ടൻ അതിനെ പോലെ തന്നെ കാണുന്ന ഒരു പാർട്ടല്ലേ ചുണ്ടെന്ന് പറയുന്നത് അല്ലേ. ബീക്ക്, ദാറ്റ് ഈസ് ബീക്ക്. സോ ഇറ്റ് ഈസ് ഓൾസോ എ പാർട്ട് ഓഫ് എക്സോസ്കെൽട്ടൻ. നൗ അവരുടെ നെയിൽ. ഓക്കെ, സോ ഇതൊക്കെ ബേർഡ്സിനെ വെച്ച് നോക്കുമ്പം അവരുടെ എക്സോസ്കെൽട്ടൻ്റെ ഭാഗമായിരിക്കും. നൗ ഇനി നിങ്ങൾ ഫിഷിൻ്റെ കേസ് ഒന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഫിഷിൻ്റെ കേസിൽ എന്താണ് അവരുടെ എക്സോസ്കെൽട്ടൻ എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് പൂരിപ്പിച്ച് നോക്കാം. ഓക്കെ, അപ്പം എക്സോസ്കെൽട്ടൻ എന്ന് പറയുന്നത് ദി സ്കെൽട്ടൻ സീൻ ഔട്ട്സൈഡ് ദി മസിൽസ്. ഓക്കെ, നൗ അപ്പം നമ്മൾ ഹ്യൂമൻ ബോഡിയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഹ്യൂമൻ ബോഡിയിൽ നടക്കുന്ന മൂവ്മെൻറ്റ്സ് നമ്മൾ പറഞ്ഞു, ബോൺസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇപ്പം ഇവിടെ കാണുന്ന പടം ഇത്തിരി കോൺട്രഡിക്ടറി പടമല്ലേ. ചെടികൾ നടക്കുമോ? ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു മരത്തിന് കാല് വെച്ചേക്കുന്നു അല്ലേ, അങ്ങനെ കൈ വെച്ചേക്കുന്നു, അവർക്ക് നടക്കാൻ പറ്റുന്നു. ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? ഒരിക്കലുമല്ല. ഓക്കെ, ഇതൊക്കെ വെറുതെ ഇമാജിനറി പടം മാത്രമാണ്. പ്ലാന്റ്സിൽ നടക്കുന്നത് പ്ലാന്റ്സിൽ മൂവ്മെൻറ്റ്സ് നടക്കും, പക്ഷേ ദേ കനോട്ട് മൂവ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. അവരുടെ മരച്ചില്ലകൾ അനങ്ങും അല്ലേ, ഒരു കാറ്റൊക്കെ വന്നാൽ അവരുടെ ഇല അനങ്ങും. സോ അതൊരു മൂവ്മെൻ്റ് ആണ്. അവർ ലൈറ്റ് വരുന്നതനുസരിച്ച് അവരുടെ ബോഡി അങ്ങോട്ടേക്ക് വളരുന്നത്, അതൊരു ടൈപ്പ് ഓഫ് പ്ലാന്റ് മൂവ്മെൻ്റ് ആണ് അല്ലേ. അവരുടെ ബോഡിയിൽ മൂവ്മെൻറ്റ് നടക്കും, പക്ഷേ ലോക്കോമോഷൻ നടക്കത്തില്ല. സോ അവിടെ ഇപ്പോൾ ഒരു ടേം ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു, മൂവ്മെൻറ്റും ഞാൻ പറഞ്ഞു, ഇനി അതോടൊപ്പം ഞാൻ വേറൊരു വാക്കുകൂടി ഉപയോഗിച്ചു. എന്തായിരുന്നു? ലോക്കോമോഷൻ. എന്താണ് മൂവ്മെൻറ്റ്, എന്താണ് ലോക്കോമോഷൻ? ഇത് രണ്ടും ഒന്നല്ലേ? ആണെന്നാണോ എല്ലാവരും വിചാരിച്ചേക്കുന്നത്? പക്ഷെ അല്ല. ഓക്കെ, മൂവ്മെൻറ്റ് വേറെ, ലോക്കോമോഷൻ വേറെ. മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ബോഡി പാർട്ട്, ഓക്കെ, ഏതെങ്കിലും ഒരു പാർട്ട് ഡിസ്പ്ലേസ് ചെയ്യുന്നതിനാണ് നമ്മൾ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം ഞാനിവിടെ നിൽക്കുന്നു, എൻ്റെ കൈ ഇങ്ങനെ മൂവ് ചെയ്യുന്നു, ഇതിനെ നമുക്ക് ലോക്കോമോഷൻ എന്ന് പറയാൻ പറ്റില്ല. കാരണം എൻ്റെ കൈ പറഞ്ഞ് അപ്പുറത്ത് നിൽക്കുകയല്ലല്ലോ ചെയ്യുന്നത്, ഇത് ജസ്റ്റ് മൂവ്മെൻ്റ് ആണ്. ഇനി സപ്പോസ് ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നടക്കുവാണ്, ദിസ് ഈസ് ലോക്കോമോഷൻ. കാരണം ഈ സ്ഥലത്ത് നിന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് മാറി അല്ലേ. അപ്പം ഇത് മൂവ്മെൻറ്റ് പ്ലസ് ലോക്കോമോഷൻ. ഓക്കെ, സോ ദിസ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മൂവ്മെൻറ്റ് ആൻഡ് ലോക്കോമോഷൻ. മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പാർട്ടിന് മാത്രം മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് നടക്കുന്നതിനെയാണ് നമ്മൾ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി ലോക്കോമോഷൻ എന്ന് വെച്ചാൽ ആ കംപ്ലീറ്റ് ബോഡി
ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തോട്ട് മൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ലോക്കോമോഷൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് മൂവ്മെന്റിന്റെ ലോക്കോമോഷന്റെ ഡിഫറൻസ് എന്താ നമുക്ക് കാണാം. ഓക്കെ, സോ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡിസ്പ്ലേസ്മെന്റ് ഒക്കറിങ് ഇൻ എനി പാർട്ട് ഓഫ് ദി ബോഡി. ഓൾറെഡി പറഞ്ഞു, ബോഡിയുടെ ഏതെങ്കിലും ഒരു പാർട്ടിൽ നടക്കുന്ന ഡിസ്പ്ലേസ്മെന്റിനെയാണ് നമ്മൾ മൂവ്മെന്റ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ലോക്കോമോഷൻ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദി എൻറ്റയർ ബോഡി. എൻ്റെ ഫുൾ ബോഡി ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തോട്ട് ഡിസ്പ്ലേസ് ആയി. സോ അതിനെയാണ് നമ്മൾ ലോക്കോമോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ പ്ലാന്റ്സിന്റെ കേസിൽ മൂവ്മെന്റ് ആണോ ലോക്കോമോഷൻ ആണോ നടക്കുക? അവർക്ക് നടക്കാൻ പറ്റുമോ? ഇല്ല. സോ ദേ ഹാവ് പ്ലാന്റ് മൂവ്മെന്റ്സ് ഉള്ളി. ഓക്കെ, അപ്പോൾ ആ പ്ലാന്റ് മൂവ്മെന്റ്സ് ഒരു 5 കാറ്റഗറി ഓഫ് പ്ലാന്റ് മൂവ്മെന്റ്സ് നമുക്ക് ടെക്സ്റ്റിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ആ 5 എണ്ണം നമുക്ക് പെട്ടെന്ന് നോക്കിപ്പോവാം. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഇസ് ഫോട്ടോട്രോപ്പിസം. ഫോട്ടോട്രോപ്പിസം എന്ന് വെച്ചാൽ ആ വേർഡിൽ നിന്ന് തന്നെ നമുക്ക് ക്ലിയർ ആണ്, ഫോട്ടോ ലൈറ്റ്. ഓക്കെ, അപ്പോൾ ലൈറ്റ് വരുന്ന അനുസരിച്ച് പ്ലാന്റിൻ്റെ ബോഡി ലൈറ്റിൻ്റെ ഡയറക്ഷനിൽ വളരുന്നതിനെയാണ് നമ്മൾ ഫോട്ടോട്രോപ്പിസം എന്ന് പറയുന്നത്. ഓക്കെ, ലൈറ്റ് വരുന്നു, നമ്മളിപ്പോൾ ഒരു ചെടി നട്ടാൽ തന്നെ നമുക്കത് മനസ്സിലാവും അല്ലേ. ലൈറ്റ് വരുന്ന പോർഷനിലോട്ട് ചെടിക്ക് ചെറിയൊരു ചെരിവുണ്ടാവും അല്ലേ. ഇപ്പം നമ്മുടെ റൂമിലൊരു ചെടി വെക്കാമെന്ന് വിചാരിച്ചോ, റൂമിൻ്റെ വിൻഡോയുടെ അവിടെ നമ്മളൊരു ചെടി വെക്കാമെന്ന് വിചാരിച്ചോ, ആ ചെടി വളരുന്നത് നമ്മുടെ റൂമിനോട് ഫേസ് ചെയ്തിട്ടായിരിക്കുമോ ആ വിൻഡോയോട് ഫേസ് ചെയ്തിട്ടായിരിക്കുമോ വളരുക? എക്സാക്ട്ലി ആ വിൻഡോയുടെ ഫേസ് ചെയ്തിട്ടായിരിക്കും വളരുക, കാരണം വിൻഡോയിലൂടെ ലൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ ലൈറ്റിൻ്റെ ഡയറക്ഷനിലായിരിക്കും അതിൻ്റെ സ്റ്റെം വളരുന്നത്, അതിൻ്റെ ഗ്രോത്ത് കാണിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഫോട്ടോട്രോപ്പിസം. നോ, അനദർ പ്ലാന്റ് മൂവ്മെന്റ് ഈസ് ജിയോട്രോപ്പിസം. എന്താണ് ജിയോട്രോപ്പിസം? ജിയോ ഗ്രാവിറ്റി അങ്ങനെ ഓർത്താൽ മതി. ഓക്കെ, ജിയോഗ്രഫി ഗ്രാവിറ്റി എന്നങ്ങ് ഓർത്താൽ മതി. സോ ഗ്രാവിറ്റിയുടെ ബേസിസിൽ പ്ലാന്റ്സിൻ്റെ റൂട്ട്സ് താഴോട്ട് വളരുന്നതും സ്റ്റെമ്മ് എഗെയിൻസ്റ്റ് ഗ്രാവിറ്റി മുകളിലോട്ട് വളരുന്നതും അതിനെയാണ് നമ്മൾ ജിയോട്രോപ്പിസം എന്ന് പറയുന്നത്. സോ യെറ്റ് അനദർ പ്ലാന്റ് മൂവ്മെൻറ്റ് ഇസ് ഹാപ്റ്റോട്രോപ്പിസം. നമുക്കറിയാം ഈ ക്ലൈംബേഴ്സ് ഒക്കെ ഉണ്ട് അല്ലേ, പ്ലാന്റ്സ് ക്ലൈംബേഴ്സ് ഒക്കെ ഉണ്ട്. സോ ഈ ക്ലൈംബേഴ്സിൻ്റെ പ്രത്യേകത എന്താണ്? അവർക്കൊരു സപ്പോർട്ട് കൊടുക്കുക, ഒരു വടിയോ അല്ലെങ്കിൽ ഒരു വലയോ എന്തെങ്കിലും ഒരു സപ്പോർട്ട് കൊടുക്കുമ്പം അതിനെ ചുറ്റിപ്പറ്റിയായിരിക്കും അവർ വളരുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ടൈപ്പ് ഓഫ് മൂവ്മെൻറ്റിനെയാണ് നമ്മൾ ഹാപ്റ്റോട്രോപ്പിസം എന്ന് പറയുന്നത്. അനദർ മൂവ്മെൻറ്റ് ഇസ് കീമോട്രോപ്പിസം. ഓക്കെ, കീമോട്രോപ്പിസം എന്ന് വെച്ചാൽ കീമോട്രോപ്പിസം കാണുന്നത് നമ്മുടെ ഓവറിയിലായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ ഗൈനീഷ്യൻ, നമ്മുടെ പ്ലാന്റ്സിൻ്റെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലായിരിക്കും നമുക്ക് ഈ കീമോട്രോപ്പിസം എന്ന് പറയുന്ന ഒരു മൂവ്മെൻറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, എന്താണ് കീമോട്രോപ്പിസം എന്ന് പറഞ്ഞാൽ? കീമോ കെമിക്കൽസിനോട് റെസ്പോണ്ട് ചെയ്ത് വളരുന്നത്. ഓക്കെ, അതായത് ഇപ്പോൾ പോളൻ ഗ്രെയിൻ നമുക്കിവിടെ കാണാൻ പറ്റും. പോളൻ ഗ്രെയിൻ വന്ന് നമ്മുടെ സ്റ്റിഗ്മയിൽ ലാൻഡ് ചെയ്തു. അപ്പോൾ പോളൻ ഗ്രെയിൻ വന്ന് നമ്മുടെ സ്റ്റിഗ്മയിൽ ലാൻഡ് ചെയ്താൽ ഈ ഓവറിക്കുള്ളിൽ നിന്ന് അല്ലെങ്കിൽ ഓവ്യൂളിനുള്ളിൽ നിന്ന് ചെറിയ ചെറിയ കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യും അതിനോട് റെസ്പോണ്ട് ചെയ്തിട്ട്. അപ്പോൾ ഈ കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പോളൻ ഗ്രെയിൻസിൽ നിന്ന് പോളൻ ട്യൂബ് ഇങ്ങനെ വളർന്ന് ഇങ്ങോട്ടേക്ക്, അതായത് ഓവ്യൂളിനുള്ളിലോട്ട് നമ്മുടെ പോളൻ ട്യൂബ് ഗ്രോ ചെയ്ത് പോകുന്നത്. കാരണം ഓവ്യൂളിൽ നിന്നാണ് കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ അത് കെമിക്കൽസ് എന്ന് പറയുന്ന സ്റ്റിമുലസിനോടുള്ള റെസ്പോൺസ് ആണ്. സോ അതുകൊണ്ടാണ് അതിനെ കീമോട്രോപ്പിസം എന്ന് പറയുന്നത്. നൗ അനദർ വൺ ഈസ് ഹൈഡ്രോട്രോപ്പിസം. ഹൈഡ്രോട്രോപ്പിസം എന്താണ്? വെള്ളം അല്ലേ, വാട്ടർ, ഹൈഡ്രോ വാട്ടർ. സോ വാട്ടറിനോടുള്ള പ്ലാന്റിൻ്റെ വാട്ടറിൻ്റെ പ്രസൻസ് എവിടെയാണോ അങ്ങോട്ടേക്ക് പ്ലാന്റ്സിൻ്റെ റൂട്ട്സ് മൂവ് ചെയ്യുക. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ വാട്ടർ ഇവിടെ ഉണ്ട് അല്ലേ. സോ അപ്പോൾ ഈ വാട്ടറിൻ്റെ അങ്ങോട്ടേക്കായിരിക്കും ഈ പ്ലാന്റിൻ്റെ റൂട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ, അങ്ങോട്ടേക്കാണ് പ്ലാന്റിൻ്റെ റൂട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ആ ടൈപ്പ് ഓഫ് പ്ലാന്റ് മൂവ്മെൻറ്റിനെയാണ് നമ്മൾ ഹൈഡ്രോട്രോപ്പിസം എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദി 5 ടൈപ്സ് ഓഫ് മൂവ്മെൻറ്റ്. ഫസ്റ്റ് ഇസ് ഫോട്ടോട്രോപ്പിസം, സെക്കൻഡ് ഇസ് ജിയോട്രോപ്പിസം, തേർഡ് ഇസ് ഹാപ്റ്റോട്രോപ്പിസം, ഫോർത്ത് ഇസ് കീമോട്രോപ്പിസം ആൻഡ് ദി ഫൈനൽ വൺ ഇസ് ഹൈഡ്രോട്രോപ്പിസം. ഓക്കെ, അപ്പം ഇത്രയും പ്ലാന്റ് മൂവ്മെൻറ്റ്സിൻ്റെ പ്രത്യേകത എന്താണ്? കോമൺ ആയിട്ട് ഇത്രയും പ്ലാന്റ് മൂവ്മെൻറ്റ്സ് നമ്മളിപ്പോൾ കണ്ടപ്പോൾ കോമൺ ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്ത ഒരു പ്രത്യേകത എന്താണ്? ഈ ഒരു പെർട്ടിക്കുലർ ഇത്രയും ടൈപ്സ് ഓഫ് മൂവ്മെൻറ്റ്സിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്ത പ്രത്യേകത എന്തായിരുന്നു? ഒരു പെർട്ടിക്കുലർ സ്റ്റിമുലസിനോടാണ് പ്ലാന്റ് റെസ്പോണ്ട് ചെയ്യുക.
അല്ലേ? ഇവിടെ നിങ്ങൾക്ക് ഫോട്ടോട്രോപ്പിസം നിങ്ങൾ കണ്ടപ്പം അവിടുത്തെ ഒരു സ്റ്റിമുലസ് എന്തായിരുന്നു? ലൈറ്റ് വന്നു. അപ്പം സൂര്യപ്രകാശം വരുന്നതനുസരിച്ച് അങ്ങോട്ടേക്ക് പ്ലാന്റിന് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്, വളരാനുള്ള ടെൻഡൻസി ഉണ്ട് അല്ലേ? സോ അവിടെയുള്ള എന്താണ് സ്റ്റിമുലസ് എന്ന് പറയുന്നത് ലൈറ്റാണ്. ഇവിടുത്തെ സ്റ്റിമുലസ് എന്താണ്? ഗ്രാവിറ്റി, അവിടെ നിന്നുള്ള അട്രാക്ഷൻ അല്ലേ? നൗ ഹാപ്റ്റോട്രോപ്പിസത്തിന് എന്താണ് അവിടുത്തെ സ്റ്റിമുലസ്? നമ്മുടെ സപ്പോർട്ട് കൊടുക്കുന്നു, അപ്പോൾ അങ്ങോട്ടേക്ക് ചുറ്റിപ്പറ്റി വളരാൻ തോന്നും. ഇനി കീമോട്രോപ്പിസത്തിൽ എന്തായിരുന്നു? കെമിക്കൽസ് ആണ് അവിടുത്തെ സ്റ്റിമുലസ്. നൗ ഹൈഡ്രോട്രോപ്പിസത്തിൽ എന്തായിരുന്നു? വാട്ടർ ആയിരുന്നു അവിടുത്തെ സ്റ്റിമുലസ്. സോ ഇവിടുത്തെ പ്ലാന്റ് മൂവ്മെന്റ്സ് ഈസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദി സ്റ്റിമുലസ്. അപ്പം സ്റ്റിമുലസിനോട് അക്കോർഡൻസ് ആയിട്ടാണ് ഇവിടുത്തെ പ്ലാന്റ് മൂവ്മെന്റ്സ് നടക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ പ്ലാന്റ് മൂവ്മെന്റ്സിനെയൊക്കെ നമ്മൾ ട്രോപ്പിക് മൂവ്മെന്റ്സ് എന്ന് പറയുന്നു. ഓക്കെ, ട്രോപ്പിക് മൂവ്മെന്റ്സ് എന്ന് പറയുന്നു. സോ ദീസ് ഓൾ ആർ കമ്മിങ് അണ്ടർ ട്രോപ്പിക് മൂവ്മെന്റ്സ്. ഓക്കെ, നൗ ഇവിടെ നിങ്ങൾക്ക് തൊട്ടാവാടി ചെടി കാണാം അല്ലേ? എന്താ തൊട്ടാവാടി ചെടിയുടെ പ്രത്യേകത? ഈ തൊട്ടാവാടി ചെടിയുടെ സയന്റിഫിക് നെയിം എന്താണ്? മൈമോസ പ്യൂഡിക്ക. ചുമ്മാ ഓർത്ത് വെച്ചാലും പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? എല്ലാവരും പഠിച്ചു വെച്ചോ, മൈമോസ പ്യൂഡിക്ക. ഓക്കെ, സോ ഈ മൈമോസ പ്യൂഡിക്കയുടെ പ്രത്യേകത എന്താ? നമ്മളൊന്ന് തൊട്ടാൽ അവർ വാടിപ്പോവും അല്ലേ? അത് മാത്രമല്ല, ഇപ്പം കുറച്ചുകൂടെ വെളിച്ചം പോയിട്ട് കുറച്ചുകൂടെ രാത്രിയൊക്കെ ആവുന്ന സമയത്ത് ഇവരുടെ ലീവ്സ് തന്നെ ഇങ്ങനെ സ്ട്രിങ്ക് ചെയ്യും അല്ലേ? സോ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു സ്റ്റിമുലസിൻ്റെ പ്രസൻസോട് കൂടി അല്ലാതെ ഓക്കെ ദ പ്ലാന്റ് മൂവ്മെൻറ്റ് ഇസ് നോട്ട് ഇൻ അക്കോർഡൻസ് വിത്ത് ദി സ്റ്റിമുലസ്. അതിനെയാണ് നമ്മൾ നാസ്റ്റിക് മൂവ്മെന്റ് എന്ന് പറയുന്നത്. സോ നാസ്റ്റിക് മൂവ്മെന്റ് ഇസ് സീൻ ഇൻ മൈമോസ പ്യൂഡിക്ക. സോ നാസ്റ്റിക് മൂവ്മെന്റ് എന്ന് പറയുന്നത് ഡയറക്ഷൻ ഓഫ് പ്ലാന്റ് മൂവ്മെന്റ് ഇസ് നോട്ട് ഇൻ അക്കോർഡൻസ് വിത്ത് ദി ഡയറക്ഷൻ ഓഫ് സ്റ്റിമുലസ്. അപ്പോൾ അതേപോലെ തന്നെ ട്രോപ്പിക് മൂവ്മെന്റ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഡയറക്ഷൻ ഓഫ് പ്ലാന്റ് മൂവ്മെന്റ് ഇസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദി സ്റ്റിമുലസ്, ഡയറക്ഷൻ ഓഫ് സ്റ്റിമുലസ്. ഓക്കെ, സോ ഇതാണ് രണ്ട് ടൈപ്സ് ഓഫ് പ്ലാന്റ് മൂവ്മെന്റ്സ്, ട്രോപ്പിക് മൂവ്മെന്റ്സും നാസ്റ്റിക് മൂവ്മെന്റ്സും. ഓക്കെ, സോ അപ്പം ഇത്രയാണ് നമ്മുടെ ചാപ്റ്റർ എന്ന് പറയുന്നത്. ഐ തിങ്ക് ഞാൻ എല്ലാ പോർഷനും തന്നെ കവർ ചെയ്തെന്നാണ് എൻ്റെ വിശ്വാസം. ആകെ ഒരു നെഗ്ലിജിബിൾ പോർഷൻ ആയിട്ടുള്ള നമ്മുടെ ഹാൻഡ് മൂവ്മെൻറ്റ്, നമ്മുടെ ഫ്ലെക്സർ മസിൽ, അങ്ങനെ ഒരു ചെറിയ പോർഷൻ ഉണ്ട്. ആ ഒരു പോർഷൻ മാത്രമേ ഞാൻ വിട്ടിട്ടുള്ളൂ. ബാക്കി ഓൾമോസ്റ്റ് എല്ലാ പോർഷനും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും നേരവും പറഞ്ഞ എന്താണ്? നമ്മുടെ ഒരു സ്പ്ലിറ്റ് സെക്കൻഡ് അല്ലേ? ഇപ്പം ഇവിടുന്ന് ഒരു സെക്കൻഡ് തുടങ്ങിയാൽ തന്നെ ഞാൻ എന്തൊക്കെ മൂവ്മെൻറ്റ്സ് ആണ് എൻ്റെ കൈകൊണ്ട് കാണിക്കുന്നത് അല്ലേ? വോളണ്ടറി മൂവ്മെൻറ്റ്സ് കാണിക്കുന്നുണ്ട്, ഇൻവോളണ്ടറി മൂവ്മെൻറ്റ്സ് കാണിക്കുന്നുണ്ട്. അപ്പം ഒരു സ്പ്ലിറ്റ് സെക്കൻഡ് മതി ഒത്തിരി മൂവ്മെൻറ്റ്സ് നമ്മുടെ ബോഡിയിൽ കാണുന്നുണ്ട് അല്ലേ? അപ്പം ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത് എന്താണ്? നമ്മുടെ മസ്കുലാർ സിസ്റ്റമാണ്, നമ്മുടെ ഹ്യൂമൻ ബോഡിയുടെ മസ്കുലാർ സിസ്റ്റമാണ് അല്ലേ? അതേപോലെ തന്നെ പ്ലാന്റിനും മൂവ്മെൻറ്റ്സ് കാണിക്കുന്നുണ്ട്. അപ്പം മൂവ്മെൻറ്റ്സിൻ്റെ ലൊക്കോമോഷൻ്റെയും വ്യത്യാസം നമ്മൾ കണ്ടു. അപ്പം ഇത്രയും ചേർന്നതാണ് ഈ ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9th തന്നെ ഏറ്റവും ലാസ്റ്റ് ചാപ്റ്റർ ആണ്. ദാറ്റ് ഈസ് ഡിവിഷൻ ഫോർ ഗ്രോത്ത് ആൻഡ് റീപ്രൊഡക്ഷൻ. അപ്പം ആ ഒരു ചാപ്റ്ററിന് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. സോ ടിൽ ദെൻ ടേക്ക് കെയർ. Manorama Horizon, learning made simple.